അൽ വറ. വറ എന്ന് പറഞ്ഞാൽ ഇജ്തിനാബു കുല്ലി റീബ വതർകു കുല്ലി ശുബ്ഹ. അതാണ് വറഇന്റെ നിർവചനം. സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ശുബ്ഹത്തായിട്ടുള്ള കാര്യങ്ങൾ, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുക. അതാണ് വറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത് ഈ കിതാബിലെ ബാബുൽ വറ, വറഉമായി ബന്ധപ്പെട്ട അധ്യായമാണ്. വറ എന്ന് പറഞ്ഞാൽ എന്താണ്? വറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഹറാമാണോ എന്ന പേടി കൊണ്ട് അത് ഉപേക്ഷിക്കുക. അതാണ് വറ എന്ന് പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതുപോലെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക. അതാണ് തഖ്വ. തഖ്വ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്, എല്ലാ മനുഷ്യർക്കും നിർബന്ധമാണ്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും. മുമ്പ് കാലത്ത് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും നാം വസിയത്ത് നൽകിയിരിക്കുന്നു. അനിത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ പാലിക്കണം. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹു ഹറാമാക്കിയ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതിൽ ഒരാൾക്കും ഒഴിവില്ല. അതിനും ഉപരി, അതിനും മുകളിലുള്ള സ്ഥാനമാണ് വറ എന്ന് പറയുന്നത്. ഒരു കാര്യം ഹറാമാണോ അല്ലെങ്കിൽ അത് ഹറാമിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുക. അതിനെക്കുറിച്ച് വന്നിട്ടുള്ള ചില അസറുകളാണ്, സലഫുകളുടെ മുൻഗാമികളുടെ വാക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. അൻ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല, സഹാബിയായ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇന്നകും തഅമലൂന അഅമാലൻ, നിങ്ങൾ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം താബിഈങ്ങളോടായിരിക്കാം പറയുന്നത്. ഹിയ അദഖു ഫി അയുനികും മിന അശ്ശഅർ, നിങ്ങളുടെ വീക്ഷണത്തിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ഒരു മുടിയേക്കാൾ, ഒരു രോമത്തേക്കാൾ നിസ്സാരമാണ്, അഥവാ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുന്ന നഉദ്ദുഹ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ മൂബിഖാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതായിട്ട്, വലിയ വൻപാപമായിട്ടായിരുന്നു ഞങ്ങളത് കാണാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു അസറിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമ്മെ നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതം, അവന്റെ ദുനിയാവും ആഖിറത്തും നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട നാവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കും. എന്താണ് പറഞ്ഞത്? കുറിയവൾ, ഉയരം കുറഞ്ഞവൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അവരെക്കുറിച്ച് എതിർത്ത് സംസാരിച്ച കൂട്ടത്തിൽ ആ ഉയരം കുറഞ്ഞ അവളല്ലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നീ പറഞ്ഞ ഈ വാക്ക് അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ കടലിന്റെ മുഴുവൻ നിറം മാറും. അത്രമാത്രം ഗൗരവമുള്ള വാക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉയരം കുറഞ്ഞവൾ എന്ന് പറഞ്ഞത് സത്യമായിരുന്നു, എന്നിട്ടുകൂടി അതൊരു പുച്ഛത്തോടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വലിയ ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിർത്തത്. ഇതുപോലെ എത്ര വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടാകും. അതുപോലെ പരിഹാസം, തമാശയായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ന്യൂനതകൾ, ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകും, പുറമേക്ക് ചിരിക്കുന്നുണ്ടാകും, പക്ഷെ ഉള്ളിൽ വശമായിരിക്കും. അതൊക്കെ ഈ പറഞ്ഞതിൽപ്പെടും. മൂബിഖാത്ത്, ചിലപ്പോൾ നമ്മെ നശിപ്പിച്ച് കളയുന്ന അതായിരിക്കും. നമ്മുടെ ഹിസാബ് കഴിയുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ബാക്കി. അപ്പം ഇങ്ങനെയുള്ള നാവ് കൊണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് ചെയ്യുന്നത്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മഹ്ശറിൽ ചില ആളുകൾ വരും, വലിയ കുന്നുപോലെയുള്ള അമലുകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് സ്വാലിഹായ അമലുകൾ ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു തആല അവരുടെ അമലുകളൊക്കെ പൊടിയാക്കി മാറ്റും. അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ അതവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് ബാഹ്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ ഇദാ ഖലൗ ബിമഹാരിമില്ല, അള്ളാഹുവിന്റെ വിധികൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളും അവരും തനിച്ചായാൽ എന്ന് പറഞ്ഞാൽ അവരൊറ്റക്കായി, അവർക്ക് ഹറാമ് ചെയ്യാൻ സ്വകാര്യമായി രഹസ്യമായി അവസരം കിട്ടിയാൽ ഇൻതഹഖൂഹ, അവരത് ചെയ്യും. അപ്പോൾ ഒറ്റപ്പെടുന്ന സമയത്ത് ഹറാമ് ചെയ്യാനുള്ള അവസരം ഒഴിവാക്കുകയില്ല. അതിൻ്റെ പേരിൽ അള്ളാഹു തആല അവരുടെ അമലുകൾ അവർക്ക് ഉപയോഗിക്കാത്ത അവസ്ഥയിലാക്കും. അപ്പോൾ ഇത് ഇന്ന് എത്രയോ സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വരവോടുകൂടി ഇങ്ങനെയുള്ള പാപങ്ങളുടെ പുക, കരിയും പുകയും ഏൽക്കാത്ത സ്വാലിഹ്യങ്ങളായ ആളുകൾ വരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. സ്വഹാബത്ത്
താബിഈങ്ങളോടാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് ഇന്റർനെറ്റും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല, കറണ്ടും ഇല്ല. അന്നത്തെ കാലത്താണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരു പാപവും ചെറുതായി കാണരുത്. ഒരു കവി പറഞ്ഞതുപോലെ ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ദാക തുഖ. പാപങ്ങൾ അത് ചെറുതോ വലുതോ എന്ന് നോക്കാതെ എല്ലാം ഒഴിവാക്കുക, അതാണ് തഖ്വ. വസ്ന കമാശിൻ ഫൗക അർദി ഷൗകി യഹ്ദറു മാ യറ. കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ പോലെ ജീവിക്കുക. യഹ്ദറു മാ യറ, അവൻ എന്ത് ചെയ്യും? കാണുന്നതിന് മുഴുവൻ സൂക്ഷിക്കും. ഒരു മുള്ളിലും തട്ടാതെ നടന്നു പോകാനാണ് ശ്രമിക്കുക. ചെറിയ മുള്ളല്ലേ വലിയ മുള്ളല്ലേ എന്ന വ്യത്യാസം കാണിക്കുകയില്ല. അതുപോലെ തന്നെ ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ. ഒരു ചെറിയ പാപവും നിസ്സാരമായി കാണേണ്ടതില്ല. വലിയ മലകൾ ഉണ്ടായിട്ടുള്ളത് ചെറിയ കല്ലുകൊണ്ടാണ്. ഒരു കല്ല്, രണ്ട് കല്ല് അങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് വലിയൊരു മലയുണ്ടാകുന്നത്. അതുപോലെ ആയിരിക്കും നമ്മുടെ പാപങ്ങൾ. ഹദീസിൽ വന്നിട്ടുണ്ട്, ഇയ്യാക്കും മുഹഖറാത്തി ദുനൂബ്. ആളുകൾ നിസ്സാരമായി കാണുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അതാണ് കൂടുതൽ അപകടം. കാരണം എന്താ? നമ്മൾ ഗൗരവമായി കാണുന്ന ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും എന്ന് നമുക്കത് ഓർമ്മയുണ്ടാകും. അതിന് പരിഹാരമായിട്ട് ചിലപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ ചെറുതായി കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടും. അത് നമ്മൾ ഓർക്കുകയില്ല. അവസാനം അത് വലുതായി മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. താബിഈങ്ങളോടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കൂടുതൽ നമ്മൾ ചിന്തിക്കണം. عن أبي صالح الحنفي رحمه الله قال دخلت على أم كلثوم رضي الله عنهما. കുൽസൂം റളിയല്ലാഹു അൻഹ അവരുടെ അടുത്ത് ഞാൻ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള കുൽസൂം. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇതു അബാ സാലിഹിൻ ബിതആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണോ മകളാണോ എന്ന് ഉറപ്പില്ല, അല്ലാഹു ആലം. കുൽസൂം എന്ന പേരുള്ള ഒരു സഹാബിയാണ് റളിയല്ലാഹു അൻഹ. അവരുടെ അടുത്ത് പോയി. അപ്പൊ അവർ പറഞ്ഞു, ഇതു അബാ സാലിഹിൻ ബിതആം. ഈ വന്ന വ്യക്തി താബിഈയാണ്, അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവരൂ എന്നവർ പറഞ്ഞു. ഫഅതൗനി ബിമറഖ. അവരെനിക്ക് സൂപ്പ് കൊണ്ടുവന്ന് തന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അതുത്ഇമൂനി ഹാദാ വ അൻതും ഉമറ. നിങ്ങളൊക്കെ ഉമറാക്കളായിട്ട്, ഭരണാധികാരികളായിട്ട് ഇതാണോ ഞങ്ങൾക്ക് തരുന്നത്? അങ്ങനെ കാര്യമായ ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. ഖാലത്ത്, അവർ പറഞ്ഞു, കൈഫ ലൗ റഅയ്ത അമീറുൽ മുഅ്മിനീന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിനെ നീ കണ്ടിരുന്നെങ്കിൽ. ഞങ്ങള് അമീർമാരുടെ കുടുംബമാണ്, പക്ഷെ ഞങ്ങളെക്കാൾ വലിയ അമീറായിരുന്നു, അമീറുൽ മുഅ്മിനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ നീ കണ്ടിരുന്നെങ്കിൽ. വഉതിയ ബി ഉത്റുജിൻ. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു ഉത്റുജ് എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ, അത് കൊണ്ടുവന്നു അലി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. ഫഅഖദൽ ഹസൻ വൽ ഹുസൈൻ ഉത്റുജതൻ ഫന്തസഅഹ മിൻ യദിഹി. ആ കൂട്ടത്തിൽ നിന്ന് ഒരു പഴം ഹസനോ ഹുസൈനോ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളെടുത്തു. ഫന്തസഅഹ മിൻ യദിഹി, അത് അലി റളിയല്ലാഹു അൻഹു പിടിച്ചു വാങ്ങി. വഖസ്സമഹ ബൈനൽ മുസ്ലിമീൻ, അത് ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പഴം പോലും തങ്ങളുടെ മക്കൾക്ക് ഒരുപക്ഷെ അത് സദഖക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മുസ്ലിമുകൾക്ക് വിതരണം ചെയ്യാൻ വെച്ചതായിരിക്കാം. അപ്പൊ അതുപോലും മക്കൾക്ക് കിട്ടാനില്ലാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അൻ അബി മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖാല. അബൂ മൂസ അൽ-അശ്അരി അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ല യംതലിഅ മൻസിലി മിൻ റീഹി ജീഫ. എന്റെ വീട്ടിൽ ഒരു മയ്യിത്ത്, ഒരു ശവശരീരം, ജീഫത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതാവാം മറ്റ് മൃഗങ്ങളുടേതാവാം, ഒരു ശവശരീരം കിടന്ന് നാറുന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് കൂടുതൽ ഇഷ്ടം, മിൻ അയ്യംതലി അംരീഹി ഇംറഅ, ഒരു സ്ത്രീയുടെ സുഗന്ധം കൊണ്ട് വീട് നിറയുന്നതിനേക്കാൾ. പറഞ്ഞാൽ അന്യ സ്ത്രീ സുഗന്ധം പൂശി വീട്ടിൽ വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ശവശരീരം ഇവിടെ ചീഞ്ഞ് നാറുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, സ്ത്രീകൾ സുഗന്ധം പൂശി പുറത്തിറങ്ങുന്നത് ഹറാമാണ്. ഹറാം എന്ന് മാത്രമല്ല, അത് വൻപാപമാണ് അങ്ങനെ പുറത്തിറങ്ങുന്നത്. ഇപ്പൊ സാധാരണ ആളുകൾ ഇന്ന് നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വൻപാപങ്ങളിൽപ്പെട്ട ഒരു വൻപാപമാണത്. അത് സ്വന്തമായിട്ട് പുറപ്പെടുന്ന സ്ത്രീകൾ. പക്ഷെ ഇവിടെ അബൂ മൂസ അൽ-അശ്അരി പറയുന്നത്, ഇങ്ങനെ ഒരു പെണ്ണിന്റെ വീട്ടിൽ വന്ന് കയറിയാൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അപ്പോൾ ആ സുഗന്ധം അനുഭവിക്കുക എന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ഒരു മയ്യത്തിന്റെ, ഒരു ചത്ത ഒരു ജന്തുവിന്റെ ദുർഗന്ധം എന്റെ വീട്ടിൽ നിറയുന്നതാണ്. അത്രമാത്രം സൂക്ഷ്മത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല, അദ്ദേഹത്തിന് കുറ്റമുള്ള ഒരു കാര്യവുമല്ല, എന്നിട്ട് പോലും അത്രയും അവർ സൂക്ഷ്മത പുലർത്തിയിരുന്നു. عن عباس بن جليد الحجري عن أبي الدرداء رضي الله تعالى عنه أنه قال. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സഹാബിയാണ്, വലിയൊരു സാഹിദായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ലൗലാ സലാസു ഖിലാൽ
ലഅഹ്ബബ്തു അല്ലാ അബ്ഖാ ഫിദ്ദുനിയ. 3 കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല, മരിച്ചുപോയാൽ മതിയായിരുന്നു. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഖാല ലൗലാ വുദൂഉ വജ്ഹി ലിസ്സുജൂദി ലിഖാലിഖി ഫി ഇഖ്തിലാഫി الليل والنهار യകൂനു തഖദ്ദുമുഹു ലിഹയാതി. രാവും പകലും എന്റെ സൃഷ്ടാവായ റബ്ബിന് മുന്നിൽ മുഖം നിലത്ത് വെക്കുക, സുജൂദ് ചെയ്യുക, അതില്ലായിരുന്നെങ്കിൽ. വദമഉൽ ഹവാജിർ, രണ്ടാമത്തെ കാര്യം ഉച്ച സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് ദാഹം അനുഭവിക്കുക, അഥവാ സുന്നത്ത് നോമ്പ് നോൽക്കുക. വമുഖാഅദതു അഖ്വാമിൻ യൻതഖൂനൽ കലാമ കമാ തുൻതഖൽ ഫാകിഹ. വമുഖാഅദതു അഖ്വാം, ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇരിക്കുക. എങ്ങനെയുള്ള ആളുകളാണ് അവര്? യൻതഖൂനൽ കലാം, സംസാരം തെരഞ്ഞെടുക്കും, തോന്നിയത് പറയുന്നവരല്ല, അവരുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളുകളായിരിക്കും. എങ്ങനെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്? കമാ തുൻതഖൽ ഫാകിഹ, പഴം തെരഞ്ഞെടുക്കുന്നത് പോലെ. ഒരു മരത്തിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ പോയിട്ട് പാകമായ പഴങ്ങൾ പറിച്ചെടുക്കുന്നത് പോലെ പറയുന്ന വാക്ക് ഈ കേൾക്കുന്നതിന് ഉപകാരപ്പെടണം. ഏറ്റവും കുറഞ്ഞത് അവനൊരു വിഷമം ഉണ്ടാവുകയെങ്കിലും ചെയ്യരുത്, അല്ലെങ്കിൽ ഉപദ്രവമാകരുത് എന്ന് ചിന്തിച്ച് സംസാരിക്കുന്നത്. അഥവാ ഇൽമിന്റെ സദസ്സുകളും അതുപോലെ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ എല്ലാ സദസ്സുകളുമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ദുനിയാവിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ മരണം ആഗ്രഹിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വതമാമു തഖ്വ, തഖ്വയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അൻ യത്തഖിയല്ലാഹ അസ്സ വജല്ല അൽ അബ്ദു, ഒരു അടിമ തന്റെ റബ്ബിനെ സൂക്ഷിക്കലാണ്. ഹത്താ യത്തഖിയഹു ഫി മിസ്ലി മിസ്ഖാലി ദർറ, ഒരു ചെറിയ ഉറുമ്പിന്റെ അത്ര ഉള്ള വിഷയം പോലും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തഖ്വ പാലിക്കുക. അതാണ് തഖ്വയുടെ അറ്റം. ഹത്താ യത്രുക ബഅദ മാ യറ അന്നഹു ഹലാലുൻ ഖശ്യത അൻ യകൂന ഹറാമൻ, ഹലാലാണ് എന്ന് തനിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും അത് ഹറാമായേക്കുമോ എന്ന ചെറിയ പേടി കൊണ്ട് അത് ഉപേക്ഷിക്കുക. യകൂനു ഹാജിസൻ ബൈനഹു വബൈനൽ ഹറാം, അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? അവനും ഹറാമും തമ്മിലുള്ള ഒരു മതിലായിരിക്കും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫർളുകൾ ഉപേക്ഷിക്കുക എന്നതും നമ്മളും തമ്മിലുള്ള മതിലാണ് സുന്നത്തുകൾ. പണ്ഡിതന്മാർ പറയുന്നതാണ്. അല്ലെ 5 നേരത്തെ നമസ്കാരം, ഒരാൾ അതിന് മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഒക്കെ നമസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എന്ത് സംഭവിക്കും? ആ ഫർളവൻ ഒരിക്കലും ഉപേക്ഷിക്കൂല. അഥവാ ഈമാൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ ആ സുന്നത്ത് ചിലപ്പോൾ നഷ്ടപ്പെടും. ഒരു ദിവസം മടി പിടിച്ചാൽ അന്ന് പള്ളിയിൽ പോകില്ല, പക്ഷെ വീട്ടിൽ നിന്ന് നമസ്കരിക്കും. പക്ഷെ ഒരാൾക്ക് ഫർള് മാത്രമാണെങ്കിലോ അയാളുടെ ഈമാൻ കുറയുമ്പോൾ ആ ഫർള് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഹറാമും നമ്മളും തമ്മിലുള്ള മറയാണ് ഇങ്ങനെയുള്ള വറ എന്ന് പറയുന്നത്. വറയോടുകൂടി ജീവിച്ചാൽ ഒരാൾക്ക് ഈമാൻ കുറഞ്ഞു പോയാൽ അവൻ ആ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യും, സംശയകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരും, പക്ഷെ വ്യക്തമായ ഹറാമ് അവൻ ചെയ്യാതിരിക്കും. ഇന്നല്ലാഹ തആല ഖദ് ബയ്യന ലിഇബാദിഹി അല്ലദീ ഹും യുസയ്യിറുഹും ഇലൈഹി, അല്ലാഹു തആല മനുഷ്യനെ അറിയിച്ചു തന്നിട്ടുണ്ട് എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതെന്താണ്? ഖാല തആല ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരാണോ ഒരു ഉറുമ്പിന്റെ അത്രയും അല്പം നന്മ ചെയ്യുന്നത് അതവൻ അനുഭവിക്കും, അത്രയും തിന്മ ചെയ്യുന്നത് അതും അനുഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിചാരണ, സൂക്ഷ്മമായ ഒരു വിചാരണ വരാനുണ്ട്. ആ ബോധത്തോടുകൂടി ജീവിക്കണം. ഫലാ തഹ്ഖിറന്ന ശൈഅൻ മിനശ് ശർരി അൻ തത്തഖിയ. അതുകൊണ്ട് തന്നെ ഷർറാണെങ്കിൽ അത് എത്ര നിസ്സാരമായിരുന്നാലും അത് നീ സൂക്ഷിക്കാതെ ഉപേക്ഷിക്കരുത്. വലാ ശൈഅൻ മിനൽ ഖൈരി അൻ തഫ്അല. നന്മയാണെങ്കിൽ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് ചെയ്യാതെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. عن جندب بن عبد الله البجلي رضي الله عنه, സഹാബിയായ ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൈതുൽ മദീനത ഇബ്തിഗാഅ അൽ-ഇൽം, ഞാൻ ഇൽം അന്വേഷിച്ചുകൊണ്ട് മദീനയിൽ ചെന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമാണ്. ഫദഖൽതു മസ്ജിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇദ الناس فيه حلق يتحدثون. അങ്ങനെ മസ്ജിദ് നബവിയിൽ പ്രവേശിച്ചു. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഹൽക്കകളായിരുന്നു സംസാരിക്കുന്നുണ്ട്. ഫജഅൽതു അംദി الحلق حتى أتيت حلقة فيها رجل شاحب عليه ثوبان كأنما قدم من سفر. അങ്ങനെ ഞാൻ ഒരു ഹൽക്കയിലെത്തി, ഒരു സദസ്സിലെത്തി. അവിടെ ഒരു വ്യക്തിയുണ്ട്, ഒരു യാത്രക്കാരന്റെ പോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. قال فجلست إليه فتحدث بما قضي له. ഞാൻ അവിടെ ഇരുന്നു, അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞു. ثم قام, അദ്ദേഹം എഴുന്നേറ്റു. فقال سألت عنه بعدما قام. അദ്ദേഹം എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ ആളുകളോട് ചോദിച്ചു, من هذا, ഇതാരാണ്? قالوا هذا سيد المسلمين أبي بن كعب. ഇത് ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ നേതാവാണ്, ഏറ്റവും വലിയ ആലിമാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. قال فتبعته حتى أتى منزله. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ വീട്ടിൽ പോയി. فإذا رجل زاهد منقطع يشبه أمره بعضه بعضا. അവിടെ ചെന്നപ്പോൾ വളരെ സാഹിദായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ വീട്ടിൽ അധികം വിഭവങ്ങളൊന്നുമില്ല,
ഫസല്ലംതു അലൈഹി ഫറദ്ദ അലൈഹി അസ്സലാം, ഞാൻ സലാം പറഞ്ഞു, അദ്ദേഹം സലാം മടക്കി. ثم سألني ممن أنت, നീ എവിടെ നിന്നാണ്? ഖുൽതു മിൻ അഹ്ലിൽ ഇറാഖ്, ഞാൻ ഇറാഖിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു, ഇറാഖുകാരനാണ്. ഖാല അക്സിർ മിന്നി സുആലൻ, അദ്ദേഹം പറഞ്ഞു നീ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലാഹു ആലം ഇതിന്റെ ഉദ്ദേശം ഇറാഖിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറെ സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇറാഖികൾ എന്നുള്ളൊരു പിന്നെ അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇദ്ദേഹത്തെ വില കുറച്ച് കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഖാല ലമ്മ ഖാല ദാലിക ഗളിബ്തു, അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഖാല ഫജഫൗതു അലാ റുഖബതി വറഫഅതു യദി, ഞാൻ മുട്ടുകുത്തി ഇരുന്നിട്ട് കൈ ഉയർത്തി. ഫസ്തഖ്ബൽതുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു. ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ നഷ്കൂഹും ഇലൈക്, അല്ലാഹുവേ ഇവരെ കുറിച്ച് ഞാൻ നിന്നോട് പരാതി പറയുകയാണ്. ഇന്ന നുൻഫിഖു നഫഖാതിന വനൻസബു അബ്ദാനന വനർഹലു മതായാന, ഇന്ന നുൻഫിഖു നഫഖാതിന, ഞങ്ങൾ പൈസയൊക്കെ ചെലവഴിക്കുന്നു. വനുൻസിബു അബ്ദാനന, തടി ക്ഷീണിപ്പിക്കുന്നു. വനുർഹിലു മതായാന, നമ്മുടെ വാഹനങ്ങളെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്നു. ഇബ്തിഗാ അൽ ഇൽം, ഇൽമിനു വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ ദൂരെ നിന്ന് വന്നതാണ്. ഫൈദാ ലഖീനാഹും തജഹമു ലനാ, അങ്ങനെ ഈ പണ്ഡിതന്മാരുടെ അടുത്തെത്തുമ്പോൾ അവർ നമ്മുടെ നേർക്ക് ഇങ്ങനെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. വഖാലു ലനാ, അങ്ങനെ അവര് ഈ ഇന്ന വാക്കുകളൊക്കെ നമ്മളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. ഖാല ഫബക ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. വജഅല യതറദ്ദാനി, അദ്ദേഹം എന്നെ പൊരുത്തപ്പെടിപ്പിക്കാൻ തുടങ്ങി, എന്നോട് പറഞ്ഞ് എന്നെ പിന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദർസൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തണം, പൊരുത്തപ്പെടിപ്പിക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. അവർ തങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഒരു പിന്നെ വിഷമം മറ്റൊരാൾക്കുണ്ടായാൽ അതിലങ്ങേയറ്റം പേടിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? ആഖിറത്തിനെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്, ഹിസാബിനെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്. وعن أبي إسماعيل المؤدب قال جاء رجل إلى العمري, ഉമരി എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന ഒരു അറിയപ്പെട്ട ഒരാളാണ്. അൽ ഉമരി അസ്സാഹിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സ്വാലിഹായ മനുഷ്യൻ. ഫഖാല, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇദ്നി, എന്നെ ഉപദേശിക്കണം. ഖാല ഫഅഖദ ഹസാതൻ മിനൽ അർള്, നിലത്ത് നിന്ന് അദ്ദേഹം ഒരു കല്ലെടുത്തു. ഫഖാല സീനതു ഹാദിഹിൽ വറ യദ്ഖുലു ഖൽബക, ഇത്രയും വലിപ്പമുള്ള ഹസാത്ത് എന്ന ചെറിയൊരു കല്ല്, ഇത്ര അളവ് പിന്നെ വറ നിന്റെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്, മനസ്സിൽ പ്രവേശിക്കുന്നതാണ്. ഖൈറുൽ ലക, നിനക്ക് ഉത്തമം, മിൻ സ്വലാത്തി അഹ്ലിൽ അർള്, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും ജീവിതകാലം മുഴുവൻ നമസ്കരിക്കുന്ന നമസ്കാരം, അതെല്ലാം നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഇത്രയും വറ നിന്റെ മനസ്സിലുണ്ടാകുന്നതാണ്. ഖാല സിദ്നി, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇനിയും എന്നെ ഉപദേശിക്കൂ. ഖാല കമാ തുഹിബ്ബു അൻ യകൂന അല്ലാഹു അസ്സ വജല്ല ലക ഗദൻ ഫകുൻ ലഹുൽ യൗം, നാളെ അള്ളാഹു നിന്നോട് എന്ത് ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അഥവാ പരലോകത്ത് അള്ളാഹു നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നീ ഇന്ന് പെരുമാറിക്കൊള്ളുക. അപ്പൊ വറഇന്റെ പ്രാധാന്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അല്പം വറ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, സൂക്ഷ്മത ഉണ്ടാകുന്നതാണ് ഒരുപാട് ഐച്ഛികമായ സുന്നത്തായ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത്. കാരണം എന്താണ്? ഒരാളുടെ ജീവിതത്തിൽ ഒരു തിന്മയും ഇല്ല എന്ന് വിചാരിക്കുക. വറ എന്ന് പറഞ്ഞാൽ തിന്മ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം തിന്മയാണോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കലാണല്ലോ വറ. അപ്പൊ ഹിസാബ് നടത്തുമ്പോൾ അയാളുടെ പുണ്യങ്ങൾ എത്ര കുറവായാലും കുഴപ്പമില്ല, ഫർളുകൾ മാത്രം ചെയ്താലും ഒരു തിന്മയും ഇല്ലെങ്കിൽ അയാൾ സ്വർഗത്ത് പോകും. നേമറിച്ച് നന്മയും തിന്മയും കൂടിക്കുഴഞ്ഞ അവസ്ഥയാണെങ്കിലോ അത് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. അയാളുടെ ഹിസാബ് അനിശ്ചിതത്വത്തിലാണ്. നേരെ മറിച്ച് വറയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. വറയോടുകൂടി ജീവിച്ച ഒരാൾക്ക് ഫർളായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. قال محمد بن حنيف رحمه الله قصدت أخت بشر بن الحارث قصدت أخت بشر بن الحارث أحمد بن حنبل. ബിശ്ർ ബിൻ അൽ ഹാരിസ് ഇമാം അഹ്മദിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ, ഒരു ജാഹിദാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഇമാം അഹ്മദിനെ സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖൗമുൻ നഗ്സിലു ബില്ലൈൽ, ഞങ്ങൾ പിന്നെ തുന്നൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, രാത്രിയിൽ നൂറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. വമആശുന മിൻഹു, ഞങ്ങളുടെ വരുമാനം അതിൽ നിന്നാണ്, രാത്രി ഇരുന്ന് ഈ പണിയെടുക്കും. വറുബ്ബമാ യമറു ബിനാ മശാഇലു ബനി ത്വാഹിർ ഉലാത്തു ബഗ്ദാദ് വനഹ്നു അല സത്ഹ് ഫനഗ്സിലു ഫീ ളൗഇഹാ അത്താഖത വത്താഖതൈൻ. അപ്പൊ ഞങ്ങൾ ചിലപ്പോ വീടിന്റെ മുകളിലിരുന്നാണ് പണിയെടുക്കുക. പണ്ട് കാലത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് വീടിന്റെ മുകളിൽ കയറിയിരുന്ന പണിയെടുക്കുക. അപ്പോൾ ഈ ബഗ്ദാദിലെ ഭരണാധികാരിയുടെ
അവരുടെ സംഘങ്ങൾ, ചിലപ്പോൾ ഭരണാധികാരി ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ പോകുന്ന സംഘങ്ങൾ നടന്നു പോകും. അവരുടെ വെളിച്ചം നമുക്ക് കിട്ടും. ആ വെളിച്ചത്തിൽ കുറച്ചു നേരം നമ്മൾ നൂല് നൂറ്റിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തുന്നുന്നത് അത് ഹലാലാകുമോ അതോ ഹറാമാണോ എന്ന് ചോദിച്ചു. ഫഖാല ലഹ, അപ്പൊ ഇമാം അഹ്മദ് ചോദിച്ചു, മൻ അൻതി, നീ ആരാണെന്ന് ചോദിച്ചു. ചോദിച്ച ആള് ആരാണെന്ന് ചോദിച്ചു. അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ സാധാരണഗതിയിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തഖ്വ ആദ്യം ഉണ്ടാക്കണം. തഖ്വ ഇല്ലാത്ത ഒരാൾ വറ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഹറാമോ ഹലാൽ നോക്കാത്ത ഒരാൾ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് നഷ്ടമാണ്. അപ്പോ ഇമാം അഹ്മദ് ചോദിച്ചു, നീ ആരാണ്? ഖാലത്ത്, അവർ പറഞ്ഞു, ഉഖ്തു ബിശ്ർ, ഞാൻ ബിശ്ർ അൽ ഹാരിസിന്റെ സഹോദരിയാണ്. ഫഖാല ആഹ് യാ ആല ബിശ്ർ ലാ ഉദിംതുകും, അദ്ദേഹം ഇങ്ങനെ പിന്നെ സന്തോഷത്തോടെ പറഞ്ഞു, ബിശ്റിന്റെ കുടുംബമേ ലാ ഉദിംതുകും, നിങ്ങളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞ് അവർ അഭിനന്ദിച്ചു. ലാ അസാലു അസ്മഉൽ വറഅ അസ്സാഫി മിൻ ഖിബലിക്കും, ചോദ്യത്തിന് ഉത്തരമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇമാം അഹ്മദ് പറഞ്ഞു, ശുദ്ധമായ വറഇന്റെ വാർത്തകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ അഭിനന്ദിക്കുക മാത്രം ചെയ്തു. ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാവുന്നത്? ഒന്ന്, ഇവർക്കുണ്ടായിരുന്ന വറ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യം ചോദിച്ച സ്ത്രീയുടെ അവസ്ഥ, അവർ വളരെ ദാരിദ്ര്യത്തിലായിരിക്കും. കാരണം ഇങ്ങനെ സ്ത്രീകൾ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നുണ്ടെങ്കിൽ അവർ എത്ര കഷ്ടപ്പാടിലായിരിക്കും. എന്നിട്ട് പോലും ഈ ചെറിയ കാര്യം അവർ പേടിച്ചു. അതുപോലെ തന്നെ ഇമാം അഹ്മദിന്റെ ഒരു ഫിഖ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതാരാണെന്ന് ചോദിച്ചു. കാരണം സാധാരണക്കാരനായിരുന്നെങ്കിൽ അവരോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ആദ്യം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരിയായ സ്ത്രീ അല്ല എന്ന് മനസ്സിലായപ്പോൾ ഇമാം അഹ്മദ് മിണ്ടാതിരിക്കുകയും ചെയ്തു. عن عباس بن عبد الله رحمه الله قال قال عبد الله بن المبارك ابن المبارك رحمه الله പറഞ്ഞു, لو أن رجلا اتقى 100 شيء, ഒരാള് 100 കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. വലം യതവറ അൻ ഷൈഇൻ വാഹിദ്, ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ മാത്രം അയാൾക്ക് സൂക്ഷ്മതയില്ല. ലം യകുൻ വരി അൻ, അവൻ സൂക്ഷ്മതയുള്ള ആള് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആൾക്കാരുണ്ടാവും ചില വിഷയങ്ങൾ, നമ്മളൊക്കെ അത് തന്നെയാണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പെടും. എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മത ഉണ്ടാകും, പക്ഷെ ഒരു വിഷയത്തിൽ വളരെ ദുർബലനായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് സൂക്ഷ്മതയുള്ളവനെന്ന് പറയില്ല. ഒമൻ ഖാന ഫീഹി ഖല്ലത്തുൻ മിനൽ ജഹൽ, ഒരാൾക്ക് ജഹലിന്റെ ഒരു അംശമുണ്ടെങ്കിൽ ഖാന മിനൽ ജാഹിലീൻ, അവൻ ജാഹിൽ തന്നെയാണ്. അമാ സമിഅത അല്ലാഹു തആല ഖാല ലി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? എന്താണ് പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഫഖാല റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി, തന്റെ മകന് വെള്ളത്തിൽ മുങ്ങിയപ്പോ അല്ലാഹു തആല വാക്ക് കൊടുത്തിരുന്നു, നിന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന്. അപ്പോൾ എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ എന്ന് നൂഹ് അലൈഹിസ്സലാം ചോദിച്ചു. അപ്പൊ കാഫിറായാല് പിന്നെ അത് ബാധകമല്ല. ബാപ്പയും മകനും ഒന്നും തമ്മിലുള്ള ബന്ധം പിന്നെ അതിന് പ്രസക്തിയില്ല. അതിന്റെ പേരിലുള്ള ഹക്കുകൾ കൊടുക്കണം, പക്ഷെ അതോടൊപ്പം തന്നെ ബറാഅത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞതിലൊന്നും മകൻ ഉൾപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല തിരുത്തി കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണ് അല്ലാഹു തആല അവസാനിപ്പിച്ചത്? ഇന്നി അഅ്ളുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ മാത്രം നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞപ്പോ ജാഹിലീങ്ങൾ പെട്ടുപോകരുത് എന്ന് അല്ലാഹു തആല ഉപേക്ഷിച്ചു. ഈ ആയത്തിൽ നിന്ന് പിന്നെ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് മനസ്സിലാക്കിയ കാര്യമാണ്. دخلت خادمة منزل طلحة بن مصرف تقتبس نارا. طلحة بن مصرف رحمه الله, അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു, ഒരു ജോലിക്കാരിയായിട്ടുള്ള സ്ത്രീ. വതുൽഹ യുസല്ലി, ഇദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാലത് ലഹു ഇംറഅതുഹു, ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ വന്ന സ്ത്രീയോട് പറഞ്ഞു, മകാനക യാ ഫുലാന ഹത്താ നശ്ബി ലി അബി മുഹമ്മദിൻ ഹാദൽ ഖദീരി അലാ ഖസ്ബതി യുഫ്തിറു അലൈഹാ. قال فلما قضى الصلاة قال ما صنعت لا أذوقها حتى ترسلي إلى سيدتها تستأذنيها حسبك إياها وشواؤك على قصبتها. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നീ അവിടെ ഇരിക്കുക, തീ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ തീ പിന്നെ കത്തിച്ച് കൊടുത്തേക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം നീ അവിടെ നിൽക്കുക. ഇദ്ദേഹം നമസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നമസ്കാരം കഴിയുന്നതിന് മുമ്പായി ഇവരുടെ കയ്യിലുള്ള ഒരു വസ്തു, അതിന്റെ അർത്ഥം എന്താണ്? കസ്ബത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു വടി എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കസബ് എന്നുള്ള വാക്ക് ചിലപ്പോൾ ഇരുമ്പിന്റെ എന്തെങ്കിലും ഉപകരണമായിരിക്കും. പണ്ട് കാലത്ത് തീ കൊളുത്തി കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഇറച്ചി പിന്നെ ചുട്ടെടുക്കാനുണ്ട്. ഇവർ കൊണ്ടുവന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ആ ഇറച്ചി ചുട്ടിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കണം, എന്നിട്ട് നിനക്ക് തീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നമസ്കാരം കഴിഞ്ഞപ്പോൾ
അദ്ദേഹം പറഞ്ഞു ലാ അദൂഖുഹ ഹത്താ തുർസിലി ഇലാ സയ്യിദത്തിഹ, നീ എന്ത് ചെയ്യണം, ഇവരോട് സമ്മതം ചോദിച്ച് വരാതെ ഞാൻ ഇത് ഉപയോഗിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. عن عاصم رحمه الله قال ما رأيت أبا وائل ملتفتا في صلاة ولا في غيرها ولا سمعته يسب دابة قط. ഇമാം അബൂ വാഇൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ സമിഅതുഹു യസുബ്ബു ദാബത്തൻ ഖത്തു, ഒരു മൃഗത്തെ അദ്ദേഹം തെറി വിളിക്കുന്നത് കേട്ടിട്ടില്ല. അപ്പൊ പണ്ട് കാലത്തൊക്കെ മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകേണ്ടി വരും. നമുക്കിന്ന് മൃഗങ്ങളുമായിട്ട് ഇടപഴകേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും വാഹനമില്ല എന്ന് വിചാരിക്കുക. വാഹനങ്ങൾക്ക് പകരമൊക്കെ മൃഗങ്ങളാണ്. കാറിന് പകരം ഒട്ടകം, പിന്നെ ബൈക്കിന് പകരം കഴുത, ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക നമ്മളൊക്കെ അടുത്ത്. അപ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ കുറെ ഒട്ടകങ്ങൾ, കഴുതകൾ, കുതിരകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലൊന്നിനോടും അദ്ദേഹം തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല അന്നഹു ദക്കറൽ ഹജ്ജാജ യൗമൻ, പക്ഷെ ഒരിക്കൽ അദ്ദേഹം ഹജ്ജാജിനെ കുറിച്ച് സംസാരിച്ചു. ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ്. ഉമവി ഖിലാഫത്തിന്റെ ഒരു ഗവർണറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി ഗഫറല്ലാഹു ലഹു വറഹിമഹു. അദ്ദേഹം ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളാണ്. കുറെ താബിയങ്ങളൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഇദ്ദേഹം മോശമായ ഒരു വാക്ക് പറഞ്ഞു. ഫഖാല അല്ലാഹുമ്മ അത്ഇമിൽ ഹജ്ജാജ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. അല്ലാഹുവേ, ഹജ്ജാജിന് നീ ദരീഅ ഭക്ഷണം കൊടുക്കണം, നരകത്തിലിടണം എന്നർത്ഥം. കാരണം അദ്ദേഹം ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. സുമ്മ തദാറക്കഹ, പിന്നീട് അദ്ദേഹം ചെയ്തു, അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് തിരിച്ചെടുത്തു. ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൊന്നിട്ടുണ്ട്, ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അടുത്ത കാലത്ത് ജീവിച്ച ആളുകളാണ് അവർ. അതുകൊണ്ട് അവർക്കത് അടുത്തറിയാം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന അക്രമിയായ ഭരണാധികാരി, നമുക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറത്തുള്ള അക്രമങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അറിയാതെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചെടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇൻകാന ദാക അഹബ്ബ ഇലൈക്. എന്നിട്ട് ആ പ്രാർത്ഥന അദ്ദേഹം പൂർത്തിയാക്കി. അല്ലാഹുവേ, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ, അയാളെ നരകത്തിലിടലാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ നീ നരകത്തിലിടണം എന്നാക്കി. ആ സെന്റൻസ് മാറ്റി. ഫഖുൽതു, അപ്പൊ ഈ കഥ പറയുന്ന വ്യക്തി അദ്ദേഹം ചോദിച്ചു, വതസ്തസ്നി ഫിൽ ഹജ്ജാജ്, ഹജ്ജാജിന്റെ കാര്യത്തിലും ഇങ്ങനെ പറയണോ എന്ന് ചോദിച്ചു. അത്രയും വലിയ അക്രമിയാണല്ലോ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, നഉദ്ദുഹ ദംബൻ, ഞാനത് ഒരു തെറ്റായിട്ടാണ് കണ്ടത്. അതായത് അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്രമാത്രം വലിയ അക്രമിയായ ഒരാൾക്കെതിരെ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പേടിച്ചിരുന്നു. وقال أبو سعيد بكر بن منير رحمه الله كان حمل إلى محمد بن إسماعيل البخاري بضاعة أنفذها إليه فلان. ഇമാം ബുഖാരിയുടെ അടുത്തേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു, ഒരാൾ കൊടുത്തയച്ചതാണ്. فاجتمع بعض التجار إليه, കച്ചവടച്ചരക്കാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം പണക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയും വലിയ കച്ചവടക്കാരനൊക്കെ ആയിരുന്നു. ഇമാം ബുഖാരിയുടെ ഉപ്പ മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ഹറാമായ ഒരു ദിർഹം പോലും ഞാൻ കഴിച്ചിട്ടില്ല ജീവിതത്തിൽ. സംശയമുള്ള, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള ഒരു ദിർഹം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇമാം ബുഖാരി ഇത്ര വലിയ ഇമാമാകാനും ഇത്ര വലിയ സ്ഥാനം കിട്ടാനും ഒരു കാരണം ഇദ്ദേഹമായിരിക്കും. ഉപ്പ അദ്ദേഹം അത്രയും ഹലാലായ ഭക്ഷണം മാത്രമേ കഴിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു സബബ്, മറ്റ് സബബുകളുടെ കൂട്ടത്തിൽ ഒരു സബബായിരിക്കാം. അല്ലാഹു അലം. അപ്പൊ ഏതായാലും കുറെ കച്ചവടച്ചരക്ക് ഇമാം ബുഖാരിയുടെ അടുത്തേക്ക് വന്നു. ഫജ്തമഅ ബഅദു തുജാരി ഇലൈഹി ബിൽ അശിയ, അങ്ങനെ അന്ന് വൈകുന്നേരമായപ്പോ കുറെ കച്ചവടക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കൂടി ഈ ചരക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഫത്വലബൂഹ മിൻഹു ബിറിബ്ഹി 5000 ദിർഹം, അത് വാങ്ങിയവരെക്കാളും 5000 ദിർഹം ലാഭം കിട്ടുന്ന രീതിയിൽ അതെടുക്കാൻ അവരൊക്കെ തയ്യാറാണ്, അവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഫഖാല ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞു, ഇൻസരിഫു അല്ലൈല, തൽക്കാലം ഇന്ന് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. ഫജാഅഹു മിനൽ ഗദി തുജാറുൻ ആഖറൂൻ, പിറ്റേ ദിവസം വേറെ ആൾക്കാർ വന്നു, അങ്ങനെ കുറെ ചരക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട്. ഫത്വലബു മിൻഹു തിൽകൽ ബിദാഅ ബിറിബ്ഹി 10,000 ദിർഹം, അവരൊക്കെ കൂടി ഇത് ചോദിച്ചപ്പോ അവർ ഓഫർ ചെയ്യുന്ന വില കൂട്ടി നോക്കിയപ്പോൾ 10,000 ദിർഹം ലാഭം കിട്ടുന്ന രൂപത്തിലാണ്. ഫറദ്ദഹും, അദ്ദേഹം അവരെ പറഞ്ഞയച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി നബൈതുൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ മനസ്സിൽ നിയത്ത് വെച്ചിട്ടുണ്ട്, അനദ്ഫഅ ഇലല്ലദീന ത്വലബു അംസി ബിമാ ത്വലബു അവ്വല മർറ, ആദ്യം ചോദിച്ചത് ഇവരാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് തന്നെ കൊടുക്കാം എന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു മനസ്സിൽ. ഫദഫഅഹ ഇലൈഹിം ബിമാ ത്വലബു, അങ്ങനെ 5000 ലാഭത്തിന് അവർക്ക് കൊടുത്തു. ആലോചിച്ച് നോക്കൂ. അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ, അവരോട് പറഞ്ഞിട്ടില്ല, നാളെ വരാമെന്ന് അവരോട് പറഞ്ഞിട്ടില്ല, ഇപ്പൊ നിങ്ങൾ പോവാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തരാമെന്ന് പറഞ്ഞിട്ടില്ല. യഅനി അല്ലദീന ത്വലബു അവ്വല മർറ, ആദ്യം ചോദിച്ചവർക്ക് അദ്ദേഹം കൊടുത്തു. വദഫഅ ബിറിബ്ഹി 5000 ദിർഹം വഖാല ലാ ഉഹിബ്ബു അൻ അൻഖുദ നിയ്യതി, എന്റെ നിയ്യത്ത് അത് ലംഘിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ഹലാലായിരുന്നു,
ആ 5000 ദിർഹം അദ്ദേഹത്തിന് അധികം ലാഭം എടുക്കാമായിരുന്നു. പക്ഷെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് അത് തന്നെ നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത് വറആണ്. ഇതാണ് വറ എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ സൂക്ഷ്മത. അനിൽ അവ്വാം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഹുദൈൽ ഖാല ഇന്ന ബഅദൽ അശ്യാഖ് ഹദറത്ഹു സ്വലാഹ്. ചില പണ്ഡിതന്മാര് ഷെയ്ഖുമാര് അവര് നമസ്കാരത്തിന്റെ സമയമായി. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, തഖദ്ദം, നീ ഇമാം നിൽക്കുക എന്ന് പറഞ്ഞു. ഫഅബ, അദ്ദേഹം വിസമ്മതിച്ചു. ഫഖീല ലഹു മാ മനഅക, എന്താണ് തടസ്സം? ഖാല ഖിഫ്തു അൻ യമുറ അൽ മാർ ഫയഖൂലു ഇന്നമാ ഖദ്ദമു ഹാദാ ലിഅന്നഹു ഖൈറുഹും. ഇവര് ഇയാളെ ഇമാം നിർത്താൻ കാരണം ഇയാളാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ലയാള് എന്ന് ആളുകൾ പറയും എന്ന് ഞാൻ പേടിക്കുന്നു. കാന മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാഹ് യഖൂൽ, മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്നത് താബിഇയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ സ്വഹാബിയാണ്. മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാഹ് അശ്ശഖീർ റഹിമഹുല്ലാഹ് യഖൂൽ, അദ്ദേഹം പറയുന്നു, ഇന്നക ലതൽഖ റജുലൈൻ, ചിലപ്പോ നീ രണ്ടാളുകളെ കാണും. അഹദുഹുമാ അക്സറു സ്വലാത്തൻ വസൗമൻ വസദഖ, അതിലൊരാൾ കൂടുതൽ നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് മറ്റേ ആളെക്കാൾ. വൽ ആഖറു അഫ്ളലു മിൻഹു ദീനൻ, പക്ഷെ മറ്റവനായിരിക്കും കൂടുതൽ ദീനുള്ളവൻ. ഖീല ലഹു കൈഫ ദാലിക, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഖാല യകൂനു അഹദുഹുമാ അശദ്ദു വറഅൻ ലില്ലാഹി അസ്സ വജല്ല അൻ മഹാരിമിഹി, ഈ രണ്ടാമത്തെ ആള് കൂടുതൽ വറ ഉള്ള ആളായിരിക്കും. അള്ളാഹുവിന്റെ മുഹറമാത്ത്, അള്ളാഹു ഹറാമാക്കി കാര്യങ്ങൾ കൂടുതൽ സൂക്ഷിക്കുന്ന ആളായിരിക്കും. അൻ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ വറ, വറ എന്ന് പറഞ്ഞാൽ ഇജ്തിനാബു കുല്ലി റീബ വതർക്കു കുല്ലി ശുബ്ഹ, അതാണ് വറഇന്റെ നിർവചനം. സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ശുബ്ഹത്തായിട്ടുള്ള കാര്യങ്ങൾ, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുക, അതാണ് വറ. സുഇല ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് ചോദിച്ചു, ബിമ യതിമ്മുൽ വറ, ഒരാൾക്ക് എപ്പോഴാണ് വറ പൂർത്തിയാവുക? ഫഖാല ബിതസ്വിയത്തി കുല്ലിൽ ഖൽഖി മിൻ ഖിബലിക്, സൃഷ്ടികളെ മുഴുവൻ ഒരുപോലെ കാണുക. വസ്തിഗാലുക അൻ ഉയൂബിഹിം ബിദംബിക്, അവരുടെ ഐബുകൾ, കുറവുകൾ ഉപേക്ഷിച്ചിട്ട് നിന്റെ കുറവിൽ നീ വ്യാപൃതനാവുക. ജനങ്ങളുടെ കുറവുകളെ കുറിച്ച് മറന്നിട്ട് സ്വന്തം കുറവുകളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആളുകളുടെ കുറവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. വഅലൈക ബില്ലഫ്ളിൽ ജമീൽ മിൻ ഖൽബിൻ ദലീൽ ലിറബ്ബിൻ ജലീൽ, നീ നല്ല വാക്ക് പറയുക, വിനയമുള്ള മനസ്സ് ഉണ്ടാവുക, അതാണ് വറ എന്ന് പറയുന്നത്. അനിൽ ദഹാഖ് റഹിമഹുല്ലാഹ്, ദഹാഖ് ഇബ്നു മുസാഹിം എന്ന് പറയുന്നത് ഒരു താബിഈൻ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നു, അദ്റക്തുന്നാസ്, ഞാൻ ജനങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അഥവാ സഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. സഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വഹും യതഅല്ലമൂനൽ വറ, അവർ വറ പഠിക്കുമായിരുന്നു, എങ്ങനെയാണ് വറ ഉണ്ടാക്കുക, എങ്ങനെയാണ് വളരെയധികം സൂക്ഷ്മത പുലർത്തുക എന്ന് അവർ പഠിക്കുമായിരുന്നു. വഹുമുൽ യൗം, എന്നാൽ ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? യതഅല്ലമൂനൽ കലാം, സംസാരിക്കാനാണ് പഠിക്കുന്നത്, എങ്ങനെ കൂടുതൽ നന്നായിട്ട് സംസാരിക്കാം, അതാണ് ഇന്ന് ആളുകൾ പഠിക്കുന്നത്. മുമ്പ് എങ്ങനെ കൂടുതൽ വറയോടുകൂടി ജീവിക്കാം എന്നായിരുന്നു ആളുകൾ പഠിച്ചിരുന്നത്. ഖീല ഇബ്നു മുബാറക്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിനോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഫ്ളൽ, എന്താണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്, ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവം എന്താണ്? ഖാല അൽ വറ, അദ്ദേഹം പറഞ്ഞു വറ ആണ്. ഖാലു മൽ വറ, എന്താണ് വറ എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അൻ തൻസിഅ മിസ്ല ഹാദാ വഅഖദ ശൈഅൻ മിനൽ അർദ്, അദ്ദേഹം മണ്ണിൽ നിന്ന് ഒരു വസ്തു എടുത്തിട്ട്, ചെറിയൊരു വസ്തുവായിരിക്കും, ഇതുപോലും സൂക്ഷിക്കുക, ഇതുപോലും ഇത്ര പോലും എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും വസ്തുവായിരിക്കും, ഒരു മണ്ണിന്റെ തരിയായിരിക്കും, അതുപോലും സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. عن هشام رحمه الله قال كنا قعودا ومعنا يونس بن عبيد وذكرنا شيئا فتذاكروا أشد الأعمال, ഞങ്ങൾ കുറെ ആളുകൾ ഇരുന്ന്, സലഫുകളായ കുറെ പണ്ഡിതന്മാരാണ്, അവരിരുന്നിട്ട് ഒരു മസ്അല ചർച്ച ചെയ്തു. ഞങ്ങൾ ചർച്ച ചെയ്തത് ഏറ്റവും പ്രയാസകരമായ അമൽ എന്താണ് എന്നായിരുന്നു ചർച്ച ചെയ്തത്. ഫത്തഫഖു അലൽ വറ, അങ്ങനെ വറ ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഏകോപിച്ചു. ഏറ്റവും പ്രയാസമുള്ള അമല് വറ പാലിക്കുക എന്നുള്ളതാണ്, ചെറിയ കാര്യങ്ങൾ പോലും, സംശയകരമായ കാര്യങ്ങൾ പോലും സൂക്ഷിക്കുക എന്നതാണ്. ഫജാ ഹസ്സാൻ ഇബ്നു അബി സിനാൻ, അപ്പോൾ ഹസ്സാൻ ഇബ്നു അബി സിനാൻ റഹിമഹുല്ലാഹ് വന്നു. ഫഖാല, അപ്പോൾ അവർ പറഞ്ഞു, ഖദ് ജാഅ അബു അബ്ദുല്ലാഹ് ഫഅഖ്ബിറൂഹു ബിദാലിക്, ഇദ്ദേഹത്തോട് നിങ്ങൾ പറയാ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ ആലിമാണ്. ഫഖാല ഹസ്സാൻ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ലിസ്സലാത്തി ലമുഅന, നമസ്കാരം കുറച്ച് പണിയുള്ള കാര്യമാണ്, നമസ്കരിക്കാൻ കുറച്ച് അധ്വാനമുണ്ട്. വ ഇന്ന ലിസ്സിയാമി ലമുഅന, നോമ്പിനും അധ്വാനമുണ്ട്. വ ഇന്ന ലിസ്സദഖതി ലമുഅന, സ്വതക്ക ചെയ്യാനും കഷ്ടപ്പാടാണ്. വൽ വറഉ ഇദാ റാബക ഷൈഉൻ തറക്ത, വറ അതിനേക്കാളൊക്കെ എളുപ്പമാണ്, ഒരു കാര്യം സംശയമാണെങ്കിൽ അത് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അൻ അബീ ബക്ർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാഹ് ഖാല റഅയ്തു
മജ്മഅൻ അത്തൈമി റഹിമഹുല്ലാഹ് കഅന്നി അൻദുറു ഇലൈഹി ഫീ സൂഖിൽ ഗനം. ഒരു മഹാനായ വ്യക്തി, അദ്ദേഹം മജ്മഅ അത്തൈമി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആടുകളെ വിൽക്കുന്ന സൂഖിൽ, അങ്ങാടിയിൽ നിൽക്കുകയാണ്. ഖാലു ലഹു കൈഫ ഷാതുക ഹാദിഹി. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിന്റെ ഈ ആട് എങ്ങനെയുള്ളതാണ്, ആടിനെ കുറിച്ചൊന്ന് വിവരിക്കാൻ പറഞ്ഞു, ആടിനെ വിൽക്കാൻ പോയതാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ അർവാഹ, എനിക്കിതിനോട് തീരെ തൃപ്തിയില്ല, എനിക്ക് ഈ ആടിനെ കുറിച്ചൊരു തൃപ്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ സാധാരണ നമ്മൾ വിൽക്കാൻ കൊണ്ടുപോയ വസ്തുവിനെ കുറിച്ച് പുകഴ്ത്തുകയാണ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കാൻ കൊണ്ടുപോകുന്നത് തന്നെയാണ്. ഖാല അബൂബക്കർ, അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വമൻ കാന അർവഅ വമൻ കാന ഔറഅ മിൻ മജ്മഅ, അദ്ദേഹത്തെക്കാളും വറഉള്ള ആരാണുള്ളത്. അങ്ങേറ്റത്തെ സൂക്ഷ്മതയാണ്. അതിന്റെ ഒരു ന്യൂനത അദ്ദേഹം മറച്ചു വെച്ചില്ല എന്ന് മാത്രമല്ല, തുറന്നു പറഞ്ഞു, എനിക്കിതിൽ ഈ ആടിന്റെ കാര്യത്തിൽ താല്പര്യമില്ല. عن يحيى بن سعيد الأموي قال زاملت أبا بكر بن عياش. അബൂ ബക്കർ ഇബ്നു അയ്യാഷ് അദ്ദേഹം വലിയൊരു ഇമാമാണ്, വലിയ ആബിദായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു ഇല മക്ക, മക്കയിലേക്ക്. ഫകാന മിൻ ഔറഅ മൻ റഅയ്ത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വറഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉഹ്ദിയ ലഹു റുതബുൻ, അദ്ദേഹത്തിന് കുറച്ച് റുതബ് ഒരാൾ ഹദിയായി കൊടുത്തു. ഫഖീല ലഹു ബഅദ്, പിന്നീട് അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഹാദാ മിൻ ബുസ്താനി ഖാലിദ് അൽ മഖ്റൂമി അൽ മഖ്ബൂദി അൻഹു, ഇത് ഖാലിദ് അൽ മഖ്റൂമി എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. അൽ മഖ്ബൂദി അൻഹു, അദ്ദേഹം തടവിലാണ്, എന്തെങ്കിലും കേസിൽ അല്ലെങ്കിൽ കടം കയറിയിട്ടോ മറ്റൊക്കെ തടവിലായതായിരിക്കും. അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടിയതായിരിക്കും, അതിൽപ്പെട്ടതാണെന്ന് പറയപ്പെടും. ഫഅതാ ഇലാ ഖാലിദ് ഇബ്നു സലമ, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. വസ്തഹല്ല മിൻഹും, എന്നിട്ട് അവരെ പൊരുത്തപ്പെടിപ്പിച്ചു. വനദറ ഇലാ ഖീമത്തി റുതബ് ഫതസദ്ദഖ ബിഹി, എന്നിട്ട് ഈ തിന്ന ഈത്തപ്പഴത്തിന്റെ ആ പണം അത് സ്വതക്ക ചെയ്യുകയും ചെയ്തു. അവർ പൊരുത്തപ്പെടുകയും ചെയ്തു. അതിന് പുറമെ ഈ തിന്ന ഈത്തപ്പഴത്തിന്റെ തുക അദ്ദേഹം സ്വതക്ക ചെയ്യുകയും ചെയ്തു. അനിൽ അബ്ബാസ് ഇബ്നു സഹം അന്ന ഇംറഅതൻ മിന സ്സാലിഹാത്ത് അതാഹ നഅ്യു സൗജിഹാ വഹിയ തഅജിൻ, ഒരു സാലിഹായ സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ച വാർത്ത, നഅ്യ് എന്ന് പറഞ്ഞാൽ അതാണ്, മരണ വാർത്ത അറിഞ്ഞു. ഒരാൾ വന്ന് പറഞ്ഞു, വഹിയ തഅജിൻ, അവര് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുബ്സ് ഉണ്ടാക്കാൻ, റൊട്ടി ഉണ്ടാക്കാൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറഫഅത് യദൈഹ മിനൽ അജീൻ, അങ്ങനെ മരണ വാർത്ത എത്തിയപ്പോൾ അവർ കൈ എടുത്തു, മാവടെ വെച്ചു. വഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഹാദാ തുആമുൻ ഖദ് സാറ ലനാ ഫീഹി ശരീക്, ഈ ഭക്ഷണം, ഇതിൽ നമുക്ക് പങ്കാളികൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു ഭാര്യ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് മറ്റു അവകാശികൾ ഉണ്ടായിരിക്കും. അപ്പൊ സ്വത്താണ്, മരിച്ചു കഴിഞ്ഞാൽ റൂഹ് പിരിയുമ്പോൾ എന്താണ് നമ്മുടെ സ്വത്ത്, അതൊക്കെ പിന്നെ വിധിക്കാനുള്ളതാണ്, അനന്തരാവകാശത്തിൽപ്പെട്ടു. അതുകൊണ്ട് ഇത് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വറയുള്ള ആളുകൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്. ഈ ഇൽമാണ് മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അടുത്ത കാലത്ത് ഒരു സ്ത്രീ എഴുതിയത് വായിച്ചിരുന്നു. അവരുടെ ഭർത്താവിന് വേറെ ഭാര്യയുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും, അറബിയായ ഒരു സ്ത്രീയാണ്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഭർത്താവിന്റെ മറ്റു ഭാര്യയുള്ള മക്കളും അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, കുറെ സാൻഡ്വിച്ച് ഉണ്ട്. അപ്പൊ ഇതില് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ നല്ലത് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ പിന്നെ ഉള്ളില് സാധനങ്ങൾ കൂടുതലുള്ളത് കൊടുക്കാൻ സാധ്യതയുണ്ട്. അവർ പറയാണ്, അവരെന്ത് ചെയ്യും, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് കലക്കും, അത് ഒന്ന് പിന്നെ സ്ഥാനം മാറ്റിയതിന് ശേഷം ഇവർക്ക് വിതരണം ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ സൂക്ഷ്മതയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് വറ എന്ന് പറയുന്നത്, അങ്ങേയറ്റത്തെ സൂക്ഷ്മത. നമുക്ക് ഹലാലല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ പെട്ടുപോകുമോ എന്നുള്ള പേടി, അതാണ് ഈ സ്ത്രീ കാണിച്ചത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അതുപോലെ പലരും അൽ വറ എന്നുള്ള പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. കിതാബുൽ വറ അതിൽപ്പെട്ട ഒരു കിതാബിൽ വന്നിട്ടുള്ളതാണ്. സഖത യദു കഹ്മസ്, സഖത മിൻ യദി കഹ്മസ് ദീനാറുൻ, മുൻഗാമിയായ ഒരു പണ്ഡിതനാണ് കഹ്മസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു ദീനാർ വീണുപോയി. ഫഖാമ യത്ലുബുഹു, അദ്ദേഹം അത് അന്വേഷിക്കാൻ തുടങ്ങി. ഖീല മാ തത്ലുബു യാ അബാ അബ്ദുല്ലാഹ്, അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഖാല ദീനാർ, അദ്ദേഹം പറഞ്ഞു, ഒരു ദീനാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വർണ്ണ നാണയം. ഫഅഖദു ഗിർബാലൻ, അങ്ങനെ അവരൊരു പിന്നെ അരിപ്പ, നമ്മള് മണലൊക്കെ ധരിക്കുന്ന അങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നു. ഫഗർബലു തുറാബ്, അങ്ങനെ മണ്ണ് അരിക്കാൻ തുടങ്ങി. ഫവജദു ദീനാറൻ, ഒരു ദീനാർ കിട്ടി. ഫഅബ അൻ യഖുദഹു, അദ്ദേഹം അത് വാങ്ങുന്നില്ല. വഖാല ലഅല്ലഹു ലൈസ ദീനാരി, അതെന്റേതല്ലെങ്കിലോ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് അത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അത് എടുക്കാൻ പേടി, അദ്ദേഹത്തിന്റെ തന്നെ ആണെന്ന് എന്താണ് ഉറപ്പ്, അങ്ങനെ കുറെ മണ്ണെടുത്ത് പിന്നെ പരിശോധിച്ചിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. അൻ അബുൽ വലീദ്, ഇതൊക്കെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹറാം ഹലാലിന്റെ മസലകളല്ല, ഇത് വറ ആണ്, ഹറാമാകുമോ എന്ന് പേടി കൊണ്ട് ഉപേക്ഷിച്ച കാര്യങ്ങളാണ്.
عن عون بن مهاجر رحمه الله أن عمر بن عبد العزيز كانت تسرج له الشمعة. ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് അറിയപ്പെട്ട ഖലീഫയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഖലീഫ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 4 ഖലീഫമാർ കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഖലീഫയാണ് അദ്ദേഹം എന്നുവരെ പറഞ്ഞ ഉലമാക്കളുണ്ട്. കാരണം അത്രമാത്രം സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയത്. 2 വർഷം അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭരണ പരിധിയിലുള്ള നാടുകൾ മുഴുവൻ നീതി കൊണ്ട് നിറച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെറുപ്പകാലത്ത് വലിയ ആഡംബരത്തോടെ ജീവിച്ച ആളാണ്, കൊട്ടാരത്തിൽ വളർന്ന ആളാണ്, ഉമവി ഖലീഫമാരുടെ കുടുംബക്കാരനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഖലീഫയായതിനു ശേഷം വലിയ ജാഹിദായി ദുനിയാവിനോട് വിരക്തി കാണിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മെഴുകുതിരി കത്തിക്കും മക്കാന ഫി ഹവായിജിന്നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഇരുന്നിട്ട് ഭരണകാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫയലുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കും. അത് കഴിഞ്ഞാൽ ആവശ്യങ്ങൾ പൊതുകാര്യങ്ങൾ കഴിഞ്ഞാൽ ഫൈദ ഫറഗ മിൻ ഹാജത്തിഹിം അത്ഫഅഹ, അദ്ദേഹം അത് കെടുത്തും. തുമ്മ ഉസ്രിജ അലൈഹി സിറാജുഹു, അദ്ദേഹത്തിന്റെ വിളക്ക് കത്തിക്കും, അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വിളക്ക് കത്തിച്ചു വെക്കും. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വീട്ടിലുള്ള വിളക്ക് കത്തിക്കുമായിരുന്നു. عن ابن أبي عبلة رحمه الله قال جلس عمر يوما للناس, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് വേണ്ടി ഇരുന്നു, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇരുന്നു. فلما انتصف النهار ضجر وكل ومل, ഉച്ചയായപ്പോ അദ്ദേഹത്തിന് മടുപ്പ് തോന്നി. فقال للناس, രാവിലെ മുതൽ ഉച്ച വരെ ജനങ്ങളുടെ പരാതികളൊക്കെ കേട്ടങ്ങ് ഇരിക്കുകയാണ്. ഉച്ചയായപ്പോ അദ്ദേഹം പറഞ്ഞു മക്കാനക്കും ഹത്താ അൻസരിഫ ഇലൈക്കും, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് വിശ്രമിച്ചിട്ട് മടങ്ങി വരാൻ വേണ്ടി. ഫദഖല ലിയസ്തരിഹ സഅ, അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പോയി. ഫജാഅ ഇബ്നുഹു അബ്ദുൽ മലിക്, ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്, ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ മലിക് വന്നു. ഫസഅല അൻഹു ഫഖാലു, ആളുകളോട് ചോദിച്ചു എവിടെ ഉപ്പ, ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെ? അപ്പൊ ജനങ്ങൾ പറഞ്ഞു ദഖല, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഫസ്തഅദന അലൈഹി ഫഅദിന ലഹു, അങ്ങനെ ഉപ്പാന്റെ അടുത്ത് പോയി ഉപ്പ കയറി വരാൻ പറഞ്ഞു. ഫലമ്മ ദഖല ഖാല, മകൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ മാ അദ്ഖലക്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്താണ് താങ്കളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചത്, എന്തിനാണ് വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് ചോദിച്ചു. ഖാല അറദ്തു അൻ അസ്തരിഹ സഅ, അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടിയാണ്, രാവിലെ മുതൽ ഇവരുടെ പരാതികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖാല അവ അമിൻതൽ മൗത്ത്, അപ്പോൾ മകൻ ചോദിക്കാൻ, മകനും വലിയ മഹാനാണ്, സ്വാലിഹായ മകനാണ്, എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മരണം പേടിയില്ലേ? അയ്യ അതീക, മരണം താങ്കളെ പിടികൂടുന്നത് താങ്കൾ പേടിക്കുന്നില്ല, ഏതവസ്ഥയിലാണ്? വറഅയ്യതുക അലാ ബാബിക യന്തദുറൂനക വഅൻത മുഹ്തജിബുൻ അൻഹും, താങ്കളുടെ ഭരണീയരായിട്ടുള്ള ആളുകൾ അവർ വാതിൽക്കൽ കാത്തു നിൽക്കുക, താങ്കൾ വാതിലടച്ച് കിടക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് താങ്കൾക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. ഫഖാമ ഉമർ ബിൻ സഅതിഹി വഖറജ ഇലന്നാസ്, അപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ജനങ്ങളുടെ അടുത്തേക്ക് പോയി. അങ്ങനെയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. عن الحسن بن عرفة, ഇത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. قال لي ابن المبارك, ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറയുകയാണ്, ഇമാം ഇബ്നുൽ ജൗസി സിഫത്തു സ്വഫ എന്ന കിതാബിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഇബ്നുൽ മുബാറക് എന്നോട് പറഞ്ഞു ഇസ്തഅർതു ഖലമൻ ബിഅർദി ഷാം, ഞാൻ ഷാമിൽ നിന്ന്, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ ഫലസ്തീനൊക്കെ ഉൾപ്പെടുന്ന അവിടെ പോയ സമയത്ത്, അദ്ദേഹത്തിന്റെ നാടല്ല വേറെ രാജ്യമാണ്, അവിടെ പോയപ്പോ ഞാൻ ഒരു പേന കടം വാങ്ങിയിരുന്നു, ഒരാളുടെ അടുത്ത് നിന്ന് വായ്പ വാങ്ങിയിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ഫദഹബ അലയ്യ അൻ അറുദ്ദഹു ഇലാ സാഹിബിഹി, അത് തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. ഫലമ്മ ഖദിംതു മർവ്, ഞാൻ മർവിലെത്തിയപ്പോൾ, മർവ് എന്ന് പറഞ്ഞ വേറെ നാടാണ്, നളർതു ഫഇദാ ഹുവ മഈ, അപ്പോഴാണ് ഓർമ്മ വരുന്നത്, നോക്കുമ്പോൾ ആ പേന എന്റെ കയ്യിലുണ്ട്. ഫറജഅതു യാ അബ അലി അർദ ഷാം, ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി, ഷാമിലേക്ക് മടങ്ങിപ്പോയി. ഹത്താ റദത്തുഹു അലാ സാഹിബിഹി, അതിന്റെ ഉടമക്ക് അത് തിരിച്ചു കൊടുത്തു. അപ്പൊ ഇത്ര ചെറിയൊരു വസ്തുവാണ്, അത് അനർഹമായതിന്റെ കയ്യിലായി പോകുമെന്ന് അദ്ദേഹം പേടിച്ച് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി. എനിക്കായിരുന്നു സലഫു സാലിഹുകളുടെ മുൻഗാമികളുടെ സൂക്ഷ്മത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരെ ഇത്തിബാ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഈ അസറുകൾ നമ്മൾ വായിക്കുന്ന ഈ വാക്കുകളൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ കേൾക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ അമൽ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ മുൻഗാമികളായ നമ്മുടെ ഇമാമന്മാർ, നമ്മുടെ മാതൃകകളായിട്ടുള്ള മഹാന്മാർ, അവരുടെ ഈ വാക്കുകൾ, ഉപദേശങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ അമൽ ചെയ്താൽ നമ്മുടെ അവസ്ഥ മാറിപ്പോകും. പക്ഷെ നമ്മൾ
പിന്നെ കേൾക്കാനും സംസാരിക്കാനും കൂടുതൽ താല്പര്യവും അമൽ ചെയ്യാൻ നമുക്ക് താല്പര്യം കുറവാണെങ്കിൽ അത് നമ്മുടെ നാശത്തിൻ്റെ ഒരു അടയാളമാണ്. അല്ലാഹു തആല നമ്മുടെ അവസ്ഥ നന്നാക്കി തരും. കഴിഞ്ഞ ദിവസം നമ്മൾ വറഉമായി ബന്ധപ്പെട്ട അസറുകളാണ് വായിച്ചത്. വറഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? വറഅ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാർ കുറച്ച് മുമ്പേക്ക് എത്തി. കുട്ടികൾ മുമ്പിൽ ഇരിക്കാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് എൻ്റെ ഇവിടെ നിൽക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. عن محمد بن أبي حاتم رحمه الله قال سمعت البخاري يقول لأبي معشر الضرير. محمد بن أبي حاتم رحمه الله അദ്ദേഹം പറയുകയാണ്, ഇമാം ബുഖാരി പറയുന്നതായി ഞാൻ കേട്ടു. യഖൂലു ലി അബി മഅ്ശർ അദ്ദരീർ. അബൂ മഅ്ശർ എന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ്. അദ്ദേഹം കാഴ്ചയില്ലാത്ത ആൾ. ദരീർ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ആൾ. അദ്ദേഹത്തോട്, തൻ്റെ ശിഷ്യനായ ഈ അന്ധനായ വ്യക്തിയോട് ഒരിക്കൽ ഇമാം ബുഖാരി പറയുകയാണ്, ഇജ്അൽനി ഫി ഹില്ലിൻ യാ അബാ മഅ്ശർ. അബൂ മഅ്ശർ, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, നീ എന്നോട് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. ഫഖാല മിൻ അയ്യി ഷൈ. അദ്ദേഹം ചോദിച്ചു, ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് ഞാൻ മാപ്പ് തരേണ്ടത്, എന്താണ് താങ്കൾ ചെയ്തിട്ടുള്ളത്? ഖാല, ഇമാം ബുഖാരി പറയുകയാണ്, റവൈതു യൗമൻ ഹദീഥൻ. ഒരു ദിവസം ഞാൻ മജ്ലിസിൽ, നമ്മുടെ സദസ്സിൽ ഒരു ഹദീസ് റിവായത്ത് ചെയ്തു, ഒരു ഹദീസ് വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഫനദർതു ഇലൈക വഖദ് ഉഅ്ജിബ്ത ബിഹി. അങ്ങനെ ഈ ക്ലാസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ മജ്ലിസിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നെ നോക്കി, അപ്പോൾ നിനക്ക് ആ ഹദീസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഹദീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായി തോന്നി. വഅൻത തുഹർരികു റഅസക വയദക. അങ്ങനെ ഈ ഹദീസ് കേട്ടിട്ടുള്ള ഇഷ്ടം കൊണ്ട് നീ നിൻ്റെ തലയും കൈയും ഒക്കെ ഇങ്ങനെ അനക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ധന്മാരായ ആൾക്കാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അത്ഭുതകരമായിട്ട് തോന്നിയാൽ അവരുടെ ആംഗ്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഹദീസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന നിലക്ക് നീ ആംഗ്യം കാണിക്കുന്നത് കണ്ടു. വഅൻത തുഹർരികു റഅസക വയദക ഫതബസ്സംതു മിൻ ദാലിക. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു, ഞാൻ പുഞ്ചിരിച്ചു. തബസ്സും എന്ന് പറഞ്ഞാൽ പല്ലൊന്നും പുറത്ത് കാണിക്കാതെ ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നതാണ് തബസ്സമാണ്. ഞാൻ പുഞ്ചിരിച്ചു. ഇതാണ് പ്രശ്നം, ഇതിനു വേണ്ടിയാണ് മാപ്പ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ അസർ നമ്മൾ അമൽ ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് അത് തന്നെ മതിയാകും കുറേ കാലത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നമ്മളൊക്കെ പരസ്പരം എത്ര പരിഹസിക്കുന്നുണ്ട്, മറ്റുള്ള എത്ര ആൾക്കാരെ പരിഹസിക്കുന്നുണ്ട്. ഇമാം ബുഖാരി, അദ്ദേഹം ഷെയ്ഖാണ്, ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിലിരിക്കുന്ന ആ വ്യക്തി ഇത് അറിഞ്ഞിട്ടില്ല, കണ്ണ് കാണാത്ത ആളാണ്. കണ്ണ് കാണാത്ത ആള് ഹദീസ് കേട്ട സന്തോഷത്തിൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത്, കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ ചിരി വന്നുപോയി. ഒരു വാക്ക് വേണ്ടിയിട്ടില്ല, ചിരി പോലും അറബിയിൽ നന്നായിട്ട് ചിരിച്ചാൽ വാഹിക്കാന്ന് പോലെ. തബസ്സം എന്നാണ് ചെറുതായിട്ടൊരു പുഞ്ചിരി, അതിലൊരു പരിഹാസം തന്നെ ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ബുഖാരി റഹിമഹുള്ള അതിന് മാപ്പ് ചോദിക്കുകയാണ് ഈ ശിഷ്യനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല അൻത ഫി ഹില്ലിൻ യാ അബാ അബ്ദില്ലാഹ്. താങ്കൾ ഹില്ലിനാണ്, താങ്കൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് എന്താണ് മനസ്സിലാക്കി തരുന്നത്? ഇപ്പോൾ ഇമാം ബുഖാരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം മുഹദ്ദിസാണ്, ഇമാമാണ്, ഹദീസാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ അവർക്ക് അറിയാം ഹദീസുകളുടെ ഗൗരവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിൻ്റെ അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ വളരെ ഗൗരവമുള്ളതാണ്. നാളെ പരലോകത്ത് ദീനാർ ദിർഹം ഉണ്ടാവുകയില്ല. അന്ന് പരലോകത്ത് മഹ്ശറിൽ വെച്ച് ആളുകൾ പരസ്പരം പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടും. ഓരോരുത്തരും തനിക്ക് എന്തെങ്കിലും പുണ്യം മറ്റൊരാളുടെ നിന്ന് കിട്ടാൻ പോകും. അന്ന് നാണയങ്ങളില്ല, റിയാലും ദിർഹവും ഡോളറൊന്നുമില്ല. അന്നുള്ളത് അൽ ഹസനാത്ത് വസ്സയ്യാത്ത്, പുണ്യങ്ങളും പാപങ്ങളും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ദുനിയാവിൽ ഉപദ്രവിച്ചിരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കും, ആലോചിക്കും. അവരിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. കാരണം ആലോചിച്ച് നോക്കും, ഓരോരുത്തരും പരസ്പരം. അത് ദുനിയാവിൽ എത്ര പിരിയാത്ത കൂട്ടുകാരായിട്ടും കാര്യമില്ല, അവരൊക്കെ തമ്മിൽ പുണ്യങ്ങൾ പിടിച്ചു വരും. ഇവനാണ് എന്നെ കൂടുതൽ പരിഹസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാൻ പറ്റും. വിശ്വാസം പറഞ്ഞില്ലേ, അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ. കയ്യിൽ പണമില്ലാത്തവനാണ് പാപ്പരായിട്ടുള്ളത്. വിശ്വാസം പറഞ്ഞു, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ യഥാർത്ഥ പാപ്പരായവൻ, യഥാർത്ഥ ദരിദ്രവാസി എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൽ ഒരുപാട് അമലുകൾ കൊണ്ടുവരും. നോമ്പും നമസ്കാരവും സുന്നത്തും ഫർളും ഒക്കെ ഉണ്ട്. പക്ഷേ വഖദ് ശതമ ഹാദാ, ഒരാളെ തെറി വിളിച്ചിട്ടുണ്ട്.
ഒരാളെ അടിച്ചിട്ടുണ്ട്, ഒരാളുടെ സമ്പത്ത് അന്യായമായി അപഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ ഇവന്റെ പുണ്യങ്ങൾ എടുത്തു കൊടുക്കും. കാരണം ഈ കൊടുക്കാനുള്ള പണം അത് നാളെ പരലോകത്തില്ല. പണത്തിനൊന്നും മൂല്യമില്ല. അന്ന് മൂല്യമുള്ളത് പ്രവൃത്തികൾക്കാണ്, അമലുകൾക്കാണ്. ഈ അമലുകൾ എടുത്ത് അവന് കൊടുക്കും. അങ്ങനെ ഇവന്റെ അമൽ തീർന്നു പോയാൽ, നാല് നമുക്ക് തീർന്നു പോകാന്ന് പറഞ്ഞാൽ അവൻ ജീവിതകാലത്ത് മുഴുവൻ ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ തീർന്നു പോയി. എന്നിട്ട് ഈ മദ്ലൂമിന്റെ, ആക്രമിക്കപ്പെട്ടവന്റെ പാപങ്ങൾ എടുത്തിട്ട് ഇവന് കൊടുക്കും. എന്നിട്ട് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയും. അതാണ് യഥാർത്ഥ മുഫ്ലിസ്, പാപ്പരായവൻ എന്ന് വിശ്വാസം പറഞ്ഞു. അപ്പൊ ആ രംഗം, ആ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് അറിയാം. അദ്ദേഹം മുഹദ്ദിസാണ്, നമുക്കും അറിയാം ഹദീസ്. പക്ഷെ നമ്മൾ വ്യത്യാസമില്ല. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു ശിഷ്യനെ നോക്കി ചിരിച്ചത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽപ്പെടാത്തൊരു കാര്യമാണ്. പല നിലക്ക് ഉദറുണ്ട് ഇമാം ബുഖാരിക്ക്. ഒന്ന് അദ്ദേഹത്തിന് നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല, അറിയാതെ ചിരിച്ചു പോയതാണ്. രണ്ടാമത്തെ അദ്ദേഹം അതിനൊരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്. എൽമിന്റെ മജ്ലിസിൽ ഇരുന്നിട്ട് ഞാൻ തല കുലുക്കുക, അസ്വാഭാവികമായിട്ടുള്ളൊരു ആംഗ്യം കാണിക്കുക എന്ന് പറയുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. മാത്രമല്ല അദ്ദേഹം അറിഞ്ഞിട്ടില്ല, കണ്ണു കാണാത്ത ആളാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തെ പരിഹസിച്ചത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ, ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നത്, നമ്മളൊരാളെ ഗീബത്ത് പറഞ്ഞാൽ തന്നെ അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ പോയി അറിയിക്കേണ്ട കാര്യമില്ല. അതിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. അറിഞ്ഞാൽ നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കണം, അറിഞ്ഞിട്ടില്ലെങ്കിൽ വേണോ വേണ്ടെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം. ഇബ്നു തൈമിയ്യ പറയുന്നത്, ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ കുറ്റം പറഞ്ഞ ഇവരെ അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പോയി ഞാൻ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നീ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയേണ്ടതില്ല. പക്ഷേ അവിടെ വെച്ചാണോ നമ്മൾ അയാളെ കുറ്റം പറഞ്ഞത്, അങ്ങനെയുള്ള മജ്ലിസിൽ തന്നെ അതേ ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇബ്നു തൈമിയ്യ, ഇമാം ബുഖാരിക്ക് ഇവിടെ പല ഉദറുകളുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ഗൗരവമായിട്ടാണ് ഇത് കണ്ടത്. അതാണ് വറ എന്ന് പറയുന്നത്. ഇതാണ് വറ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് ഇമാം ബുഖാരി, അദ്ദേഹം ജർഹ വതാദീന്റെ ഒരു ഇമാം കൂടിയാണ്. പണ്ഡിതന്മാരെ പേരെടുത്ത് പറഞ്ഞ് നിരൂപണം നടത്തുന്ന പണ്ഡിതനാണ്. ഇന്ന ആള് വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, കിട്ടുന്ന ആളാണ്, ദുർബലനാണ് എന്നൊക്കെ പറയുന്ന പണ്ഡിതനാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്ക് ആളുകളുടെ കുറ്റങ്ങൾ പറയുന്നത് ശീലമായിരിക്കും. ദിവസവും അവരത് പറയുന്നവരാണ്. എന്നിട്ട് കൂടി പറയാൻ പാടില്ലാത്തൊരു സന്ദർഭം എത്തിയപ്പോൾ ബുഖാരി റഹിമഹുല്ലാഹ് ഇത്രയും സൂക്ഷ്മത കാണിച്ചു. അപ്പോൾ പല നിലക്കും ഈ സംഭവം ഇമാം ബുഖാരിയുടെ വറഇന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. ഇതുകൊണ്ടൊക്കെയാണ് അല്ലാഹു തആല അവർ ഉയർത്തിയത്. അടുത്ത അസർ അൻ മുഹമ്മദ് ഇബ്നു അബി ഹാത്തിം, അദ്ദേഹം തന്നെ പറയുകയാണ്, ബുഖാരിയുടെ ഈ സദസ്സിലുണ്ടായിട്ടുള്ള ഇതേ ഇമാം തന്നെ പറയുകയാണ്, ഖാല കാന ലി അബി അബ്ദുല്ലാഹ്, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബു അബ്ദുല്ല, അദ്ദേഹത്തിന് ഗരീമൻ, ഒരു കടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് കടം വാങ്ങിപ്പോയ ഒരാൾ, ഖതഅ അലൈഹി മാലൻ കസീറൻ, ഒരുപാട് പണം ഇയാൾ കൊണ്ടുപോയിട്ടുണ്ട്. ഫബലഗഹു അന്നഹു ഖദിമ ആമുൽ, അങ്ങനെ ഈ കടം വാങ്ങിയിട്ട് കാണാതായിരിക്കുകയാണ് അയാൾ തിരിച്ചു കൊടുക്കുന്നില്ല. ആമുൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അദ്ദേഹം എന്ന സ്ഥലത്ത് ഈ വ്യക്തി കടക്കാരൻ വന്നിട്ടുണ്ട് എന്ന് ബുഖാരി അറിഞ്ഞു. വനഹ്നു ഇൻദഹു ബിഫിറബ്ർ, ഫിറബ്ർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ബുഖാരിയുടെ കൂടെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്തുള്ള നാടായിരിക്കും. ഫഖുൽനാ ലഹു, ഞങ്ങൾ ഷെയ്ഖിനോട് പറഞ്ഞു, ബുഖാരിയോട് പറഞ്ഞു, യംബഗി അൻ തഅബുർ വതഅഖുദ ലിമാലിക്, നീ താങ്കൾ അങ്ങോട്ട് പോയി ആ പണം തിരിച്ചു വാങ്ങണം, കാരണം അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, ഞാൻ പറഞ്ഞു, ലൈസ ലനാ അൻ നുറവ്വിഅ, ഞാൻ അവനെ പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കടം തിരിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അദ്ദേഹത്തിന് അറിയാം ബുഖാരി എവിടെയാണുള്ളത്, വന്നിട്ട് കൊടുക്കാം. അപ്പം അയാളിങ്ങനെ അത് തിരിച്ചു തരാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തരാൻ ഉദ്ദേശിക്കാത്തതാണെങ്കിൽ, ഞാൻ അയാളെ പേടിപ്പിച്ച് അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയി അയാളുടെ മുന്നിൽ ചെന്ന് അത് പിടിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വറആണ്. വറ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമല്ല. ഒരാൾക്ക് വേണമെങ്കിൽ കടം കിട്ടാനുള്ളത് പോയി വാങ്ങാം, കേസ് കൊടുക്കാം, അയാളെ പ്രയാസപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അയാൾ കയ്യിൽ പണമുള്ള ആളാണെങ്കിൽ, കഴിവുണ്ടായിട്ട് കടം തിരിച്ചു തരാത്ത ആൾക്കാർ കേസ് കൊടുക്കാം, ഹക്കുണ്ട്. പക്ഷേ അത് ഇമാം ബുഖാരിയുടെ വറആണ്. عن عمرو بن مهاجر رحمه الله قال اشتهى عمر بن عبد العزيز تفاحا. ഉമർ ബിൻ അബ്ദുൽ അസീസ് നമ്മൾ പറഞ്ഞതാണ്, അദ്ദേഹം വലിയ ഒരു സാഹിദായിരുന്നു, ഭരണാധികാരിയായിരുന്നു, മുസ്ലിം ലോകത്തിന്റെ രാജാവാണ്. ഉമവി ഖിലാഫത്തിന്റെ ഭരണകാലത്ത് 2 വർഷം ഭരണം നടത്തിയ ഒരു മഹാനാണ്. അദ്ദേഹത്തിന് ആപ്പിൾ കഴിക്കാൻ ആഗ്രഹം തോന്നി. ഫഅഹ്ദാ ലഹു റജുലുൻ മിൻ അഹ്ലി ബൈതിഹി തുഫാഹൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം ഇറങ്ങി ഒരു ആപ്പിൾ അദ്ദേഹത്തിന് കൊടുത്തു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ അത്യബ റീഹഹു അഹ്സന, ഈ ആപ്പിൾ ഞാൻ പിടിച്ചിട്ട് എന്ത് നല്ല മണമാണ്, കാണാൻ എന്ത് ഭംഗിയുണ്ട് ഈ ആപ്പിൾ എന്ന് പറഞ്ഞു. ആപ്പിൾ തിന്നാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖാല ഇർഫഅഹു യാ ഗുലാം ലില്ലദി അതാ ബിഹി, ഇത് കൊടുത്തയച്ച ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്ന ആളെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് നീ നിന്റെ യജമാനെ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ
ഫഖുൽതു, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഇബ്നു അമ്മിക് വറജുലുൻ മിൻ അഹ്ലി ബൈത്ത്, താങ്കളുടെ ഇബ്നു അം പിന്നെ പുത്രനാണ്, കസിനാണ്, വറജുലുൻ മിൻ അഹ്ലി ബൈത്ത് കുടുംബക്കാരനാണ്, വഖദ് ബലഗക താങ്കൾക്ക് അറിയുന്നതാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യകുലുൽ ഹദിയ, അല്ലാഹുവിന്റെ റസൂൽ വരെ ഹദിയ വാങ്ങി കഴിക്കാറുണ്ട്, സദഖ വാങ്ങാറില്ല എന്നേ ഉള്ളൂ. ഹദിയ കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാണ്. എന്നിട്ട് താങ്കൾ എന്തിനാണ് ഇത് തള്ളിക്കളയുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, വൈഹക് ഇന്നൽ ഹദിയത കാനത് ഹദിയ, അന്ന് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഹദിയയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പേരിൽ കൊടുക്കുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. വഹിയൽ യൗമ ലനാ റിശ്വ, ഇന്ന് നമുക്ക് ഹദിയ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്. എന്നാൽ ഹദിയയുടെ പേരിലാണ് വരിക, പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യലാഭമായിരിക്കും, ഭരണാധികാരിയാണ്, അതുകൊണ്ട് അദ്ദേഹം അത് കഴിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് ജായിസായിരുന്നു, ഹലാലാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്, നമ്മുടെ ഇടപാടുകാർ നമുക്ക് ഹദിയ തരുന്നത് വാങ്ങാൻ പാടില്ല. ഒരു ജോലിക്കാരന് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനവുമായി ഇടപാട് നടത്തുന്ന ആളുകൾ തരുന്ന ഹദിയ നമുക്ക് വാങ്ങാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഭരണാധികാരിയാണ്, ഭരണാധികാരി കീഴിലൊരു ജോലിക്കാരനല്ല, അമീറാണ്, അതുമാത്രമല്ല കുടുംബക്കാരനാണ്, അടുത്ത ബന്ധുവാണ്, അദ്ദേഹത്തിന് വാങ്ങാൻ അനുവാദമുണ്ട്. പക്ഷേ അത് കൈക്കൂലിയാകുമോ എന്ന പേടി കൊണ്ട് അദ്ദേഹം അത് കഴിക്കാൻ ഒരുങ്ങിയതിന് ശേഷം തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഖാല റജുലുൻ ലി അബി വഹ്ബിൻ, അബൂ വഹ്ബ് റഹിമഹുല്ലാ എന്ന് പറയുന്ന ഒരു സാഹിദായ മനുഷ്യൻ, ദുനിയാവിൽ വ്യക്തിയോട് ജീവിച്ചൊരു മഹാൻ, സാഹിദുൽ അന്തലുസ്, അദ്ദേഹം അറിയപ്പെടുന്നത് സാഹിദുൽ അന്തലുസ് എന്നാണ്. അന്തലുസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെയിന്, ഫ്രാൻസ്, പോർച്ചുഗൽ, ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പല ഭാഗങ്ങളും കൂടിയ വിശാലമായ ഇസ്ലാമിക രാജ്യമായിരുന്നു. ഒരുപാട് കാലം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്, നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അന്തലുസ്. പിന്നീട് അവസാനം അവിടെയുള്ള ഭരണാധികാരികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അവർ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. അതിലൊരു കൂട്ടർ സഹായത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള യൂറോപ്പിലെ മറ്റു കാഫറുകളെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ ഈ സഹായം കൊടുത്ത കാഫറുകൾ അവസാനം എല്ലാവരെയും കൊന്നൊടുക്കി ഭരണം പിടിച്ചെടുത്തു. അങ്ങനെയുള്ള നാടാണ് അന്തലുസ്. അപ്പോൾ അവിടെയുള്ള അറിയപ്പെട്ട ഒരു സാഹിദാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, രാത്രിയിലാണ് പറയുന്നത്, ഖും ബിനാ ലിസിയാറത്തി ഫുലാൻ, നമുക്ക് ഇന്ന ആളെ സന്ദർശിക്കാം, എൻ്റെ കൂടെ വരൂ, ഇന്ന നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഇന്ന ആളെ കാണാൻ പോകാം എന്ന് പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, അയ്നൽ ഇൽം, നിന്റെ ഇൽമ അവിടെ പോയി. കാരണം വലിയുൽ അംരി ലഹു ത്വാഅ, ഭരണാധികാരിക്ക് അനുസരണയുണ്ട്, ഭരണാധികാരിയെ നമ്മൾ അനുസരിക്കണമല്ലോ. വഖദ് മനഅ മിനൽ മശ്യി ലൈലൻ, രാത്രിയിൽ നടക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഭരണാധികാരി. അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഫിത്ന കൊണ്ടോ മറ്റോ ആയിരിക്കാം, രാത്രി പുറത്തിറങ്ങി നടക്കരുത് എന്ന് ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ നിസ്സാരമായിട്ട് കാണുന്നതാണ്. ഭരണാധികാരി ഒരു കാര്യം കൽപ്പിച്ചാൽ, ഒരു മുസ്ലിം രാജ്യത്താണെങ്കിൽ, മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ ആ കാര്യം അനുസരിക്കുക നിർബന്ധമാണ്. അത് ഹറാമല്ലെങ്കിൽ, ഭരണാധികാരി കൽപ്പിച്ച കാര്യം, ഇപ്പോൾ കള്ള് എല്ലാവരും കുടിച്ചോളെന്ന് കൽപ്പിച്ചാൽ അതനുസരിക്കാൻ പാടില്ല. എന്നാൽ ഹലാലായ ഒരു കാര്യം അല്ലെങ്കിൽ മുസ്തഹബായ സുന്നത്തായ ഒരു കാര്യം ഭരണാധികാരി കൽപ്പിച്ചാൽ അത് ഫർളായി. ഇപ്പോൾ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ അവിടെ ഈ പകർച്ചവ്യാധി കാരണം മാസ്ക് ധരിക്കണം എന്നുള്ള നിയമം വെച്ചു, അതനുസരിക്കാൻ അവർക്ക് ഫർളാണ്. അനുസരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും. അതിന് പിന്നെ ആവശ്യമുണ്ടോ ഇല്ലേ, ഈ രോഗമുണ്ടോ ഇല്ലേ, അതൊന്നും അവർക്ക് ചിന്തിക്കാൻ തന്നെ അനുവാദമില്ല. കാരണം ഹലാലാണല്ലോ, മുഖത്ത് ഇങ്ങനെ സാധനം വെച്ചിറക്കുന്നത് ജായിസാണല്ലോ. ജായിസാണെങ്കിൽ ഭരണാധികാരി പറഞ്ഞാൽ അത് ഫർളാകും. അതുപോലെ മുസ്തഹബായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം ഭരണാധികാരി പറയുകയാണ്, അത് ചെയ്യൽ നിർബന്ധമാകും. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭരണാധികാരി അനുസരിക്കുക നിർബന്ധമാണ്. എന്നാൽ ഈ രാത്രി ഒന്ന് പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ ആരും കാണാൻ പോകുന്നില്ല, ചിലപ്പോൾ അടുത്ത പ്രദേശമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനുള്ള എൽമ, നമ്മുടെ എൽമ ഇവിടെ പോയി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മളൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ എൽമ, നമ്മൾ കേൾക്കുന്ന അറിവ്, അത് നമ്മൾ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? നമ്മൾ ഇബ്ലീസിനെ അനുകരിക്കുന്ന സ്വഭാവമാണ്, ഇബ്ലീസിനോടുള്ള തശബ്ബുഹാണ്, ഇബ്ലീസിനോടുള്ള അനുകരണമാണ് എൽമുണ്ടായിട്ട് അമൽ ചെയ്യാതിരിക്കാൻ. അത് നമുക്കൊക്കെ പുറത്തു തരട്ടെ. ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങളെക്കാളും ഈ കാര്യത്തിൽ ഞാനായിരിക്കും മോശം. നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ കേൾക്കുന്ന എൽമ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വലിയ മുസീബത്താണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ലൗകാനലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫൻ, തഖ്വയില്ലാത്ത അമലില്ലാത്ത എൽമിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ ലകാന അഷ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ ഇബ്ലീസായിരിക്കും. കാരണം ഇബ്ലീസിന് എല്ലാ എൽമുണ്ട്, എല്ലാ നബിമാരുടെ കിതാബ് ഇബ്ലീസ് പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ പഠിപ്പിക്കണമല്ലോ. അതിലൊക്കെ ദുർവ്യാഖ്യാനവും അതിലൊക്കെ ആളുകളെ സംശയമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ പഠിക്കണം. എല്ലാ
കിതാബുകളും ഇബ്ലീസിനറിയാം. എല്ലാ നബിമാരുടെ ഹദീസുകളും ഇബ്ലീസ് കേട്ടിട്ടുണ്ടാവും. എല്ലാ ഉമ്മത്തുകളുടെ എൽമും ഇബ്ലീസ് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അമലില്ല, ഒരു ഹർഫ് പോലും അമൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യഹൂദികൾ അനുകരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഓരോ വക്തിലും ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പ്രാർത്ഥിക്കുന്നത്. മഗ്ദൂബ് അലൈഹിം എന്ന് യഹൂദികളെ കുറിച്ച് പറയാൻ കാരണം എന്താണ്? അവർക്ക് ഇൽമുണ്ട്, അമലില്ല. മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ, തൗറാത്ത് കിട്ടി പക്ഷെ അത് വേണ്ട വിധത്തിൽ വഹിച്ചില്ല, വേണ്ട വിധത്തിൽ അത് കൊണ്ടു നടന്നില്ല. അവരുടെ ഉപമ എന്താണ്? കമസലിൽ ഹിമാർ, കഴുതയെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അപൂർവമായിട്ടാണ് കഴുത, അതുപോലെ നായ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കും. അങ്ങനെയുള്ള മോശമായ വാക്കുകൾ, മോശമായ വാക്കെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല മനുഷ്യന്മാരോട് അത് പറയാൻ പാടില്ല, അർഹിക്കുന്നവരോടെ പറയാൻ പാടില്ല. അങ്ങനെയുള്ള വാക്ക് അത്യപൂർവമായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് യഹൂദികളെ കുറിച്ചാണ്. ഇൽമുണ്ടായിട്ട് വേദഗ്രന്ഥം നൽകിയിട്ട് അറിവ് കിട്ടിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്തവർ അവർ കഴുതകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, കഴുത ഗ്രന്ഥങ്ങൾ പുറത്ത് ചുമന്ന് നടക്കുന്നു. ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്ന് നമ്മുടെ എല്ലാ ഭാഷയിലും ഒരു പഴഞ്ചൊല്ലായി മാറിയിട്ടുണ്ട്. കാരണം എന്താണ്? അതിന്റെ പുറത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് കഴുതക്ക് അറിയില്ല. അതുപോലെയാണ് ഇൽമുള്ള ഒരാൾ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ഇൽമ് അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അമൽ ചെയ്യണം. അപ്പോൾ ഭരണാധികാരി അനുസരിക്കണം എന്നുള്ളത് അതൊരു പക്ഷേ നമ്മൾ പുറത്തിറങ്ങിയാൽ ഭരണാധികാരിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ യുദ്ധം കുഴപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നിയമം വെച്ചതായിരിക്കും. നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി വിചാരിച്ച് ആരും അറിയാൻ പോകുന്നില്ല, അറിഞ്ഞാലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഇൽമനുസരിച്ച് അമൽ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത അസർ നമ്മൾ നേരത്തെ കണ്ടതാണ്. عن بكر بن منير رحمه الله قال حمل إلى البخاري بضاعة أنفذها إليه ابنه أحمد. ഇമാം ബുഖാരിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ മകൻ അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം കുറെ ചരക്ക് കൊണ്ടുവന്നു, കച്ചവട ചരക്ക്. ഫജ്തമഅ ബഅദു തുജാരി ഇലൈഹി ഫതലബൂഹ ബിർബിഹി 5000 ദിർഹം. അങ്ങനെ കച്ചവടക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് 5000 ദിർഹം ലാഭത്തിന് ഇത് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ഫഖാല മുസ്രിഫു ലൈല, ഇന്ന് നിങ്ങൾ പിരിഞ്ഞു പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫജാഅഹു മിനൽ ഗദി തുജാർ ആഖറൂൻ, പിറ്റേ ദിവസം വേറെ കച്ചവടക്കാർ വന്നു. ഫതലബു മിൻഹുൽ ബിദാഅത ബിർബിഹി 10000, 10000 ദിർഹം ലാഭത്തിന് അവർ ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞ വില കൂട്ടി നോക്കുമ്പോൾ സാധനത്തിന്റെ ഓരോ ഭാഗങ്ങൾ അവർ ഓരോരുത്തർ ചോദിച്ചു. എല്ലാം കൂടി നോക്കുമ്പോൾ 10000 ലാഭം കിട്ടും. ഫഖാല ഇന്നി നബൈതു ബൈഅഹാ ലില്ലദീന അതു അൽബാരിഹ, ഇന്നലെ വന്നവർക്ക് വിൽക്കാമെന്ന് ഞാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ 5000 ലാഭത്തിന് ചോദിച്ചവർക്ക് കൊടുക്കാമെന്ന് നിയ്യത്ത് വെച്ചതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുകയാണ് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അൻ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹ്, ബിശ്ർ ഇബ്നുൽ ഹാരിസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വലിയ സാഹിദായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നസല അലാ ശുഐബ് ഇബ്നു ഹർബ് അഖുൻ ലഹു യുഖാലു ലഹു അബദ. ശുഐബ് ഇബ്നു ഹർബ് എന്ന് പറയുന്ന സലഫിൽപ്പെട്ട ഒരു മഹാൻ, ഇമാം ഇബ്നു ജൗസിയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ വ്യക്തി സന്ദർശകനായി വന്നു, അബദ എന്ന പേരുള്ള ഒരാൾ. ഫലമ്മ നാദു ബിൻ നഫീർ, അങ്ങനെ അദ്ദേഹം പിരിഞ്ഞു പോകാൻ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തിരിച്ചു പുറപ്പെടാൻ വേണ്ടി വിളിച്ച് പറഞ്ഞപ്പോൾ ഖറജ അബദ, അദ്ദേഹം പുറത്തിറങ്ങി. ഫതബിഅഹു ശുഐബ്, വീട്ടുകാരെ പിന്നാലെ ചെന്നു. ഫലമ്മ അറാദ മുഫാറഖതഹു, അവർ തമ്മിൽ പിരിയാറായപ്പോൾ ഖാല ലഹു ശുഐബ്, വീട്ടുകാരനായ ശുഐബ് ഇബ്നു ഹർബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇജ്അൽനി ഫീ ഹിൽ, താങ്കൾ എന്നോട് പൊരുത്തപ്പെടണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഖാല മിൻ അയ്യി ഷൈ, എന്തിനാണ് മാപ്പ് തരുന്നത്? നിങ്ങൾ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ അതിഥിയായി കഴിഞ്ഞ് ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, പിന്നെ എന്തിനാണ് പൊരുത്തപ്പെടുന്നത്? ഖാല മിൻ അജ്ലിൽ ഉഖുവ, സാഹോദര്യത്തിന്റെ പേരിൽ. കാരണം നമുക്കറിയാം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പരസ്പരം സഹോദരന്മാരാക്കി. തആഖി, മുസാസിന് വഹി കിട്ടിയ, നുബുവത്ത് കിട്ടിയ അല്പം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് തമ്മിൽ സഹോദരന്മാരാക്കി. 2 പ്രാവശ്യം ഈ കാര്യം ചെയ്തിട്ടുണ്ട്. മുആഹാദ്, സഹാബത്തിനെ ജോഡികളാക്കി, ഒരു സഹാബിക്ക് സഹോദരനായ ഒരു സഹാബി. പിന്നീട് മദീനയിൽ വന്നപ്പോൾ ഒരു മുഹാജിറിന് ഒരു അൻസാരി എന്ന നിലക്കും സഹോദരന്മാരാക്കി. ഇങ്ങനെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്. മക്കയിൽ വെച്ച് മുഹാജിറുകളെ തന്നെ, മക്കക്കാരായ മുസ്ലിമീങ്ങളെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർക്ക് ഒരു സുഹൃത്തിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ കാണും, ഇയാളുടെ സഹോദരനായിരുന്നു ഇയാൾ തമ്മിൽ 2 ആൾ മുഹാജിറുകളായി. അതിന് കാരണം ഇത് 2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? മക്കയിൽ വെച്ച് പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടി, പരസ്പരം സഹായിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. മദീനയിൽ വന്നതിന് ശേഷം നമുക്കറിയാം മുഹാജിറുകൾക്ക് സമ്പത്തില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി അൻസാരികൾ അവരെ ഏറ്റെടുത്തു. അപ്പോൾ സാഹോദര്യം എന്ന് പറയുന്നത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്കിടയിൽ വെച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അമിൻ അജ്ലിൽ ഉഖുവ, ആ ഉഖുവത്തിന്റെ പേരിലാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. ഫഇന്നി ലം അഖും ബി ഉഖുവതി, ഒരു സഹോദരൻ എന്ന നിലക്ക്, ഒരു മുഅ്മിനായ സഹോദരൻ എന്ന നിലക്ക് താങ്കൾ അർഹിക്കുന്ന അത്രയും നന്നായി ഞാൻ പെരുമാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ഹക്കാണ്. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, മൻ കസുറ ഇഖ്വാനുഹു
കസുറ ഉറമാഹു. സ്വഹാബത്തിന്റെ അസറായി വന്നിട്ടുള്ള സ്വഹീഹായ അസറാണ്. സ്വഹാബിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആർക്കാണോ സഹോദരന്മാർ കൂടുന്നത് അവന് കടക്കാർ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരുടെ നമ്മൾ അടുത്ത് ഇടപഴകുന്ന വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളുടെ എണ്ണം കുറക്കുക എന്നാണ് അതിൻ്റെ താല്പര്യം. എന്താണ് പറയാനുള്ള കാരണം? ആർക്കാണോ സഹോദരന്മാർ കൂടിയത് കസുറ ഉറമാഹു, അവൻ്റെ കടക്കാർ കൂടിയിരുന്നു. കാരണം അവർ ഇത്രയധികം ആൾക്കാരോട് ബാധ്യതയാണ്, അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറൽ അവന് ബാധ്യതയാണ്. അപ്പോൾ ഒരാളോട് നമ്മൾ പ്രതീക്ഷ കൊടുത്തു, അവനോട് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ നമ്മൾ വളരെ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുന്നു. പിന്നെ അവനൊരു അപകടം വരുമ്പോൾ പ്രതീക്ഷിക്കും, നമ്മുടെ സഹായം പ്രതീക്ഷിക്കും, അതില്ലാതിരിക്കാൻ. അതുകൊണ്ട് അടുപ്പത്തിൽ പെരുമാറുന്ന ആളുകളുടെ എണ്ണം കുറക്കുക, അവരോട് കൂടുതൽ നന്നായി പെരുമാറുക എന്ന് സഹാബത്ത് പറഞ്ഞത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വേണ്ട വിധത്തിലുള്ള ഒരു സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെരുമാറ്റം ഞാൻ പെരുമാറിയിട്ടില്ല, അതിൻ്റെ പേരിലാണ് മാപ്പ് ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അധ്യായം വറഇനെ കുറിച്ചുള്ള അധ്യായം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വറ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ കഴിഞ്ഞിട്ടുള്ള ദർജയാണ് വറ എന്ന് പറയുന്നത്. തഖ്വയാണ് നമുക്ക് ഏറ്റവും ആവശ്യം, അതാണ് നമുക്ക് ആദ്യം ആവശ്യം. കാരണം തഖ്വ ഇല്ലാത്ത ആളുകൾ നരകത്തിലാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ആരുമില്ല നരകത്തിന് മുന്നിൽ വരാത്തതായി. അഥവാ സിറാത്തിന് മുകളിലൂടെ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നരകത്തിന് മുകളിലൂടെ ഉള്ള പാലമാണ് സിറാത്ത്. അതിന് മുകളിൽ മുസ്ലിമായി പരസ്യമായി വാഹിറായി മുസ്ലിമായി നടക്കുന്ന എല്ലാവരും അതിൽ കയറും, മുനാഫിക്കുകളും യഥാർത്ഥ വിശ്വാസികളും. ثم ننجي الذين اتقوا, അതിന് മുകളിൽ അപ്പുറത്ത് കടക്കാനാണ് രക്ഷപ്പെടുകയാരാണ്? الذين اتقوا, തഖ്വയുള്ളവരാണ്. ونذر الظالمين فيها جثيا, അക്രമികളെ ആ നരകത്തിലേക്ക് പതിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ തഖ്വ എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധമാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങളാണ് വിജയിക്കുക. തഖ്വ എന്താണ്? ഫർദുകൾ ചെയ്യുക, ഹറാമുകൾ ഉപേക്ഷിക്കുക, അതാണ് തഖ്വ. ആ തഖ്വക്ക് ചുറ്റുമുള്ള മതിലാണ് വറ എന്ന് പറയുന്നത്. വറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഹറാമായേക്കുമോ എന്ന പേടി കൊണ്ടത് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ എന്തുണ്ടാവും? തഖ്വ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും. തഖ്വക്ക് ചുറ്റുമുള്ള ഒരു മതിലാണ് വറ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുക നമുക്ക് ഹറാമല്ല. സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നത് ഇസ്ലാമിൽ ഹറാമല്ല. അപ്പോൾ തഖ്വ ഇല്ലാത്തവനാണ് എന്നൊരാളെ കുറിച്ച് പറയാൻ പറ്റില്ല. ഒരാളൊരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്നു, മര്യാദയോടുകൂടി ഇസ്ലാമികമായ മര്യാദ പാലിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഒറ്റക്കല്ല, ആ സ്ത്രീ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, അത് അവൻ തഖ്വ ഇല്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. പക്ഷേ വറ ആണ്, അത് വേണ്ട എന്ന് വിചാരിച്ച്, കാരണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കും സംസാരം, പിന്നെ എന്തെങ്കിലും ഹറാമിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഞാൻ സംസാരിക്കുകയുള്ളൂ, പരമാവധി ഒഴിവാക്കുമെന്ന് വിചാരിച്ചാൽ അത് വറ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മുടെ വറ നമുക്ക് അളക്കാൻ പറ്റുന്ന ഉപകരണമാണ്. ഇപ്പോൾ ചിലപ്പോൾ പള്ളിയിലൊക്കെ വെച്ച് നമ്മൾ ഈ സാധനം തുറക്കും, എന്ത് സംഭവിക്കും? ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കറിയാം. ചിത്രം പ്രത്യേകമായിട്ട് നമ്മുടെ നിയന്ത്രണം വിട്ട് കടന്നു വരുന്ന മാർഗങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ചിലപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് ഹറാം എന്ന് പറയാൻ പ്രയാസമാണ്. പക്ഷേ അത് വേണ്ട എന്ന് വിചാരിച്ചാലോ അത് വറയാണ്. അങ്ങനെ വിചാരിച്ചെടുത്താൽ അവൻ്റെ തഖ്വ കൂടുതൽ സുരക്ഷിതമായിരിക്കും. അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽപ്പെട്ട വസ്തുക്കൾ എല്ലാം ഒരുപോലെയല്ല. ചിലതിൽ കൂടുതൽ ചിത്രങ്ങളും മ്യൂസിക്കും നമ്മുടെ കൺട്രോൾ തെറ്റി ഇങ്ങോട്ട് വരാനുള്ള അവസരങ്ങളുണ്ടാകും. അതൊരാൾ ഉപയോഗിച്ചാൽ അവൻ ഹറാം ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല. അവൻ ഹലാലായ കാര്യങ്ങൾ മാത്രമാണ് അതിൽ നോക്കുന്നതെങ്കിൽ. പക്ഷേ അവൻ ഹറാമിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അതിനുള്ളിലുണ്ട്. ഒരാളത് വേണ്ട തീരുമാനിച്ചു. അതാണ് വറ എന്ന് പറയുന്നത്. അപ്പോൾ വറ തഖ്വയുടെ മതിലാണ്. വറ ഉണ്ടെങ്കിൽ നമ്മുടെ തഖ്വ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുക. നമ്മുടെ വറ എത്രമാത്രം കൂട്ടാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ ദീൻ സംരക്ഷിക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിരിക്കും, മൻ കസുറ കലാമുഹു കസുറ ഖത്തഉഹു, ആരാണോ കൂടുതൽ സംസാരിക്കുന്നത് അവൻ്റെ തെറ്റുകൾ കൂടും. കാരണം സംസാരത്തിൽ ആരെങ്കിലും കുറ്റമോ എന്തെങ്കിലുമൊക്കെ പറയും. വമൻ കസുറ ഖത്തഉഹു, ആരുടെയാണോ തെറ്റുകൾ കൂടുന്നത്, അബദ്ധങ്ങൾ കൂടുന്നത്, അവിടെ തെറ്റ് നിർദ്ദേശിച്ചത് അല്ലാഹു ആലം വ്യക്തമായ പാപങ്ങളാവണമെന്നില്ല, ചെറിയ ചെറിയ അബദ്ധങ്ങളായിരിക്കും. ഖത്ത എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങൾ. പക്ഷെ അബദ്ധങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഖല്ല വറഉഹു, അവന്റെ വറഅ് കുറയും. വമൻ ഖല്ല വറഉഹു ദഹബ ദീനുഹു വമൻ ഖല്ല വറഉഹു റഖ ദീനുഹു, ആരുടെ വറആണ് കുറയുന്നത് അവന്റെ ദീൻ ദുർബലമാണ്. വറഅ് കുറഞ്ഞാൽ ദീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന തഖ്വയാണ്, തഖ്വ ദുർബലമായി വരും. അപ്പോൾ നമ്മൾ മത്സരിക്കേണ്ടത് ഇക്കാര്യത്തിനൊക്കെയാണ്. എത്രമാത്രം നമുക്ക് വറ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഖൈറായിരിക്കും. വസ്സാബിഖൂന സാബിഖൂൻ, ആരാണോ ദുനിയാവിൽ മുന്നിൽ നിൽക്കുന്നത് ഫർദുകൾ ചെയ്യുന്ന കാര്യത്തിലും ഹറാമുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലും ആരാണോ മുന്നിൽ, അസ്സാബിഖൂൻ അവരായിരിക്കും ഖിയാമത്ത് നാളിലും ഏറ്റവും മുന്നിലെത്തുക. അല്ലാഹു തആല നമുക്ക്
ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.